ഹലോ, ഹലോ. എല്ലാവർക്കും എഴുതാപ്പുറത്തിന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു റാദർ സോംബർ എപ്പിസോഡാണ്. നമ്മള് ശ്രീനിവാസൻ എന്ന എന്ന തിരക്കഥാകൃത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാന്ന് വിചാരിച്ചു ഇന്നത്തത്. അപ്പം പുസ്തകമല്ല, പക്ഷെ എന്നാലും എഴുത്തിനെ കുറിച്ചും വരികളെ കുറിച്ചുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാവരുടെയും ഒരു ചൈൽഡ്ഹുഡും ഏർലി യൂത്തും ഡിഫൈൻ ചെയ്തത് ശ്രീനിവാസന്റെ സിനിമകളാണ് ആണ്. അപ്പോ ഐ മീൻ ഐ ലെറ്റ് എനിബഡി സ്റ്റാർട്ട്. ആർക്കാണ് പോണ്ടത് ഫസ്റ്റ്? I'll go first. I think childhoodum idum idualla nammade entire life I think would be defined by his movies. One thing notable is namakku as Malayalis we have a sense of humor which is not slapstick. Slapstick undu namakku, we enjoy that. പക്ഷേ നമ്മുടെ sense of humor has been നമ്മുടെ അതിന്റെ ഒരു base standard has been set by സന്ദേശം. അങ്ങനത്തെ കുറച്ച് സിനിമകളുണ്ട് വിച്ച് ഇസ് ഒന്ന് വെരി സോഷ്യോ പൊളിറ്റിക്കൽ ആണ്, അതിനെ സിസ്റ്റത്തിനെ കുത്തി പറയുന്നതാണ്. ബട്ട് ദർ ഇസ് ഹ്യൂമർ, മൈൽഡ് ഹ്യൂമർ. മറ്റേ അപ്പൊ ദിസ് ടു മീ ദിസ് ഡിഫൈൻസ് ഹൗ ആസ് മലയാളീസ് വി ഹാവ് സീൻ മൂവി, ഹൗ വി സീൻ കോമഡി മൂവീസ്. കോമഡി ഡസ് നോട്ട് നീഡ് ടു ബി സ്ലാപ്സ്റ്റിക്, വൾഗർ എന്ന് പഠിപ്പിച്ചത് ശ്രീനിവാസനാണ്. ആൻഡ് ഐ എം എറ്റേണലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. അതെ, എനിക്ക് ഓർമ്മയുണ്ട്. അതിന് മുമ്പത്തെ ഒരു ജനറേഷനില് കോമഡി ഹാഡ് ഡിഗ്രേഡഡ് സോ മച്ച്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, എവിടെയെങ്കിലും ചെളി കണ്ടാൽ അടൂർ ബാസി അതിൽ കിടന്നുരുണ്ടിരിക്കും എന്ന് പറയുന്ന കോമഡി. പിന്നെ ഒരുപാട് ബോഡി ഷേമിങ് കോമഡിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഡെഫിനറ്റ്ലി ഫോർ ഷുവർ. ഇന്നും മലയാളികൾ പോപ്പുലർ കൾച്ചറിൽ ഉപയോഗിക്കുന്ന കുറെ ഡയലോഗ്സ് ഉണ്ട്, അതെല്ലാം അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, ഒരു വല്ലാത്ത ജീവിതമാ അല്ലേ? ഇതിന്റെ തന്തയാടാ പോൾ ബാർബർ. ഐശ്വര്യത്തിന്റെ സൈറം പോലെ. എന്റെ വൈറ്റ് നോയ്സ് ശരിക്കും പറഞ്ഞാൽ സന്ദേശമായിരുന്നു കുറെ കാലം. ഒരു ദിവസം 2 വട്ടമൊക്കെ റിപ്പീറ്റ് അടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഓൺ സൈറ്റ് പോയ ടൈമിലൊക്കെ. അപ്പോൾ കൂടുതൽ നൊസ്റ്റാൾജിക് ആവും നമ്മൾ. പക്ഷേ ഈ സന്ദേശവും പൊന്മുട്ടയിടുന്ന താറാവും ഒക്കെ ഒന്നിൽ കൂടുതൽ വട്ടം നമ്മൾ ഒരേ ദിവസം തന്നെ ഇങ്ങനെ അത് ബാക്ക്ഗ്രൗണ്ടിൽ അത് യൂട്യൂബിൽ ഇങ്ങനെ പ്ലേ ചെയ്യുന്നു, നമ്മൾ ജോലി ചെയ്യുന്നു. അങ്ങനെ അത് പതിഞ്ഞു പോയി. ഇങ്ങനെ ജനഗണമന ദിവസം കേട്ട് മനസ്സിൽ പതിയുന്ന പോലെ എല്ലാ ഡയലോഗും അങ്ങ് പതിഞ്ഞു. അപ്പോൾ എല്ലാം ഈ എഴുത്തിൽ സ്വന്തം ജീവിതത്തിൽ നിന്നുള്ള കുറേ കാര്യങ്ങളാണ് എഴുത്തിൽ പുള്ളി കൊണ്ടുവന്നിട്ടുള്ളതെന്ന് വേറെ പലതും കേട്ടിട്ടുണ്ട്, ചില ആരോപണങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ നമുക്ക് ഇവിടെ മറക്കാവുന്നൊരു സമയമാണ്. കാരണം അതിൽ ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ വരവേൽപ്പിൻ്റെ കാര്യം പറഞ്ഞാൽ, വരവേൽപ്പ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ജീവിതകഥ തന്നെയാണ്. അച്ഛൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പണായിട്ടൊരു രാഷ്ട്രീയത്തിനെ, അന്നത്തെ സമകാലിക രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ഒരു എഴുത്ത്, അത് ഇപ്പോൾ നോക്കിയാലും അതിന് കാലിക പ്രസക്തിയുണ്ട്. താങ്ക്സ് ടു അവർ രാഷ്ട്രീയക്കാർ. അവരൊരിക്കലും മാറാത്തത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സ്ക്വയർലി അപ്ലൈ ചെയ്യാവുന്നൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും വേദന തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പുതിയ തിരക്കഥാകൃത്ത്, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, ഞാൻ പേര് പ്രത്യേകിച്ച് പറയുന്നില്ല, അദ്ദേഹം ശ്രീനിവാസൻ്റെ തിരക്കഥയെ, പ്രത്യേകിച്ച് സന്ദേശത്തിനെ വിമർശിച്ചൊരു സമയമുണ്ടായിരുന്നു. സന്ദേശം അരാഷ്ട്രീയവാദം പ്രോത്സാഹിപ്പിക്കുന്നൊരു സിനിമയാണ്, അരാഷ്ട്രീയമായൊരു സംഭവമാണെന്ന് പറഞ്ഞിട്ട്. എനിക്ക് മനസ്സിലാകാത്തത് ആ തിരക്കഥാകൃത്തിന് അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധം എന്താണെന്നുള്ളതാണ്. കാരണം ചിലരുടെ വിചാരം ഒരു കൊടിയുടെ കീഴിൽ അണിനിരുന്നാലാണ് രാഷ്ട്രീയമാവുള്ളൂ എന്നാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് പണ്ടാരോ പറഞ്ഞതുപോലെ നിങ്ങളുടെ അണ്ടർവെയർ പോലെയാണ്, അത് പുറത്ത് കാണിച്ച് പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവും എന്തായാലും. എങ്ങനെയൊരു മനുഷ്യനായ സ്ഥിതിക്ക് നിങ്ങൾക്ക് രാഷ്ട്രീയം കാണും. അപ്പോൾ അന്നത്തെ രാഷ്ട്രീയത്തിൻ്റെ കള്ളനാണയങ്ങളെ, എന്നത്തെയും രാഷ്ട്രീയത്തിൻ്റെ കള്ളനാണയങ്ങളെ എടുത്തിട്ട് അലക്കുന്ന ഒരു തിരക്കഥയായിരുന്നു സന്ദേശത്തിൻ്റെത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, പാർട്ട്ണർഷിപ്പാണ് ശ്രീനിവാസൻ്റെയും സത്യനന്ദിക്കാടുമാണ് ഏറ്റവും ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയാവുന്ന അവരുടെ കാര്യത്തിലാണ്. പണ്ട് സത്യനന്ദിക്കാടിൻ്റെ ഒരു പുസ്തകത്തിനെ പറ്റിയിട്ട് മനോരമയിൽ അത് എഴുതിയൊരു ബുക്കുണ്ട്, എനിക്ക് ആ പുസ്തകത്തിൻ്റെ പേര് ഓർമ്മയില്ല. പക്ഷേ മനോരമയിൽ ചെറിയൊരു റൈറ്റപ്പ് വന്നു ലിറ്ററേച്ചർ കോളത്തിൽ. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം,
കുറേ പേരെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അടൂർ ബാസിയെ പറ്റിയൊക്കെ കുറേ സംസാരിക്കുന്നുണ്ട്. അതിൽ അവസാനത്തെ ഒരു ഫ്രെയിമിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ നമ്മുടെ പൊന്മുട്ടയിടുന്ന താറാവിൻ്റെ അവസാനം ഒരു തൂത്തുവാരി അടിയുണ്ട്. ഒരു സീൻ പാർവതി ഓടി വന്ന ഇതങ്ങ് യുദ്ധം അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഓരെ രണ്ട് കൊല്ലല്ലേ. ഓരെ കൊല്ലലേതൊരു ഓടി വരുന്ന ഒരു സീനില്ല, ഒരു പച്ച വിരിയിട്ട് അതിൽ കൂടെ ഓടി വരുന്ന ഒരു സീനുണ്ടല്ലോ. അപ്പോൾ ആ സീനിലുള്ള ആളുകളെ വളരെ റീസെൻ്റ്ലി ഇദ്ദേഹം ആ പുസ്തകം എഴുതുന്ന സമയത്ത് നോക്കിയപ്പോൾ പലരും ഇല്ല. കരമനയില്ല, ഒടുവിലില്ല, അടൂർ ബാസി ഇല്ല, അങ്ങനെ ഒരുപാട് പേരില്ല അതിൽ. സോറി, അടൂർ ബാസി അല്ല, ശങ്കരാടി ഇല്ല. ശങ്കരാടി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ആ ലിസ്റ്റിൽ ശ്രീനിവാസനും കൂടി ഉൾപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് ചെല്ലുന്തോറും നമുക്ക് ഇങ്ങനെയുള്ള പ്രതിഭകൾ, നമ്മുടെ ചെറുപ്പത്തിൻ്റെ ഭാഗമായിരുന്ന ആളുകൾ നമുക്ക് ഇങ്ങനെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. അവരെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെ പറയുന്നതിൽ വലിയ അർത്ഥമില്ല. ഇവർക്ക് പകരം Absolutely. വേറെ ആരും വരുമോ എന്നുള്ളൊരു അർത്ഥമില്ല. കാരണം ഓരോ കാലത്തിനും ഓരോരുത്തരാണ്. നമ്മൾ നൊസ്റ്റാൾജി ആവില്ല ബാക്കിയുള്ളവരുടെ. എനിക്ക് Yeah, അത്രയാണ് I mean, ഇവരൊന്ന് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല. I mean, somebody else will come, somebody else will, entertain us. എന്താ പറയണേ, മുझसे बेहतर कहने वाले, तुमसे बेहतर सुनने वाले. But coming back to Sandesham, right? Sandesham, I think personally, I feel Sandesham is his best work. കാരണം ഇത്ര വർഷം കഴിഞ്ഞ് കാണുമ്പോഴും അതിലെ ആ പൊളിറ്റിക്സ്, ഇറ്റ് ഇസ് ജസ്റ്റ് ദ സെയിം. ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്. അതെ, അന്ന് ആ ടൈം ഉണ്ടായിരുന്ന ഒരു ക്രിറ്റിസിസം ഉണ്ടായിരുന്നല്ലോ ശ്രീനിവാസനോട് ഉള്ള, അരാഷ്ട്രീയമാണ് പ്രോത്സാഹിപ്പിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ടുള്ള. എനിക്ക് പുള്ളിയുടെ പടം കാണുമ്പോൾ ഒക്കെ വ്യക്തമായിട്ട് രാഷ്ട്രീയം ഉണ്ട്. അത് അരാഷ്ട്രീയം എന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ അത് ക്രിറ്റിസൈസ് ചെയ്യുന്നെന്ന് വെച്ചാല് വെറുതെ രാഷ്ട്രീയം എന്ന പേരില് ബ്ലൈൻഡ് ആയിട്ട് ഒരു കൊടിക്കീഴിൽ പോയി ഇരിക്കുന്ന ഒരു കൊടിക്കീഴിൽ പോയി അടയിരിക്കുന്നത് അല്ലല്ലോ രാഷ്ട്രീയം. ഫോം യുവർ ഓൺ ഒപ്പീനിയൻസ്. അതില് പടത്തിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാഷ്ട്രീയം നല്ലതാണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം അത് വെറുതെ ഒരു ശ്രീനിവാസന്റെ പടങ്ങളുടെ റെലവൻസ് അറിയാത്ത ആരോ പറഞ്ഞതായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ. പിന്നെ അതിലൊരു ജീനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ് ലൈൻ ഉണ്ടല്ലോ, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും തമ്മിലുള്ള പ്രഥമ ദൃഷ്ടി അകൽച്ചയിലായിരുന്നെങ്കിലും അത് ആക്ച്വലി ഇഫ് യു പ്ലേഡ് ബാക്ക് സ്ലോ ഇനഫ് യു വിൽ സീ ദാറ്റ് അതിന് ആക്ച്വലി മീനിങ് ഉണ്ട്, ജിബറിഷ് അല്ല. No, it is not. വ്യക്തമായിട്ട് It is മീനിങ് ഉണ്ട്. ഇറ്റ്സ് എ വെരി ഗുഡ് സ്റ്റേറ്റ്മെന്റ്. അവർ തമ്മിലുള്ള അന്തർധാര സജീവം, റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല, ലളിതമായി. അതില് ശങ്കരാടി അമ്പലത്തിൽ പോകുന്നൊരു, കല്യാണം കഴിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും ഒക്കെ ഒരു സീക്വൻസ് ഉണ്ട്. അപ്പൊ അതില് എന്താണ് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല, വിവാഹം നമുക്ക് അങ്ങനൊരു എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. അതിൽ ഞാൻ ഖേദിക്കുന്നു. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എതിരെയാണ്. പിന്നെ അതുപോലെ മറ്റേ ഇതുണ്ടല്ലോ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചു തന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നമ്മളെല്ലാരും കൂടി ഒരുമിച്ചിരുന്ന് ദിനേശ് വീഡിയോ വലിക്കുന്നത് എന്ന് പറഞ്ഞു പാർട്ടിയിലെ തലമുതിർന്ന ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യാൻ വരരുത്. Which is exactly what ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ചില പാർട്ടികളുടെ പ്രോബ്ലം അതാണ്. They are not questioning themselves. They just ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഭായി എന്നുള്ളതിൽ മൂവ് ചെയ്യാണ്. ദാറ്റ് ഈസ് നെവർ ഗോയിങ് ടു ഹെൽപ്പ്. ഇപ്പം ഒരു ലെഫ്റ്റിസ്റ്റ് ചായ്വുള്ള ഒരാളോ എന്ത് ചായ്വുള്ള ആളാണെങ്കിലും പാർട്ടി ഇങ്ങനെ കിടക്കുമ്പം ഐ ഡോണ്ട് വാണ്ട് ടു അലൈൻ വിത്ത് സംബഡി ഹു ഡസ് നോട്ട് അലൗ ക്വസ്റ്റ്യനിങ് ഓഫ് ഇത്. ഐ ഡോണ്ട് വാണ്ട് ടു അലൈൻ. പക്ഷെ എന്ന് വെച്ച് എനിക്ക് രാഷ്ട്രീയം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. And the funny part is this is not just Indian politics. എല്ലായിടത്തെയും politics. പക്ഷെ എനിക്ക് തോന്നുന്നു വെസ്റ്റിൽ കുറച്ചും കൂടെ മേ ബി ഇറ്റ്സ് എ ബിറ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മീഡിയക്ക് കുറച്ചും കൂടെ അറിയില്ല. I mean, see, ഇവിടെ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീഡിയ is just as politicalized and radicalized. മീഡിയ ബീയിങ് ദി ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസി എന്നുള്ളതൊക്കെ അല്ലാണ്ടായി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ഒരു മൂവി ജയറാമും ഉണ്ട് അതിൽ, എനിക്ക് ആരാന്ന് ഓർമ്മയുണ്ട്. ഇയാളൊരു ജേർണലിസ്റ്റ് ആണ്. ശ്രീനിവാസൻ ഒരു ജേർണലിസ്റ്റ് ആയിട്ടൊരു മൂവി. ജയറാം കീപ്സ് മേക്കിംഗ് ഫൺ ഓഫ് ശ്രീനിവാസൻ ബിക്കോസ് ശ്രീനിവാസൻ അപ്പിയേഴ്സ് ടു ബി ഒരു പേടിത്തൊണ്ടൻ.
പക്ഷെ അവരുടെ പേപ്പറിൽ ഒരു വളരെ ഇതായിട്ട് വിമർശിക്കുന്ന ഒരു ആർട്ടിക്കിൾസ് എഴുതുകയും ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം നടത്തുന്നതും ഒരാളുണ്ടായിരുന്നു അതിന്റെ അകത്ത്. അത് ജയറാമിന്റെ അതെ. പടമാണോ മനോജ് കെ ജയന്റെ പടം? മനോജ് കെ ജയനല്ലേ മനോജ് ഓർമ്മയില്ല. ജയറാം ഉണ്ട് ആ സിനിമയിൽ. പക്ഷെ പുള്ളി ഒരു അണ്ടർ കവർ ആണ് ഈ ശരിക്കും പറഞ്ഞ ശ്രീനിവാസൻ. ആ പുള്ളിയായിരുന്നു അതിന്റെ അണ്ടർ കവർ ആയിട്ട് അതൊക്കെ എനിക്ക് തോന്നിയിരിക്കുന്ന ശ്രീനിവാസൻ സിനിമയിൽ ഹി ഡസൻ മൈൻഡ് മേക്കിംഗ് ഫൺ ഓഫ് ഹിംസെൽഫ്, വിച്ച് ഇസ് നോട്ട് ഓൾവേസ് വാട്ട് റൈറ്റേഴ്സ് വുഡ് ഡു ടു ദംസെൽസ്. ഒരു മൂവി മലയാളത്തിൽ എടുക്കുന്ന ഒരാൾ ഞാൻ കാശ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ കഥ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞാനാണ് അതിൽ മെയിൻ. അങ്ങനത്തെ പല നടന്മാരും ഡയറക്ടേഴ്സും നമുക്കുണ്ട്. ഞാൻ ശ്രീനിവാസൻ is മലയാള completely സിനിമയ്ക്ക് different. മലയാള സിനിമയ്ക്ക് ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്നുള്ളത് ഞാൻ അഭിനയിക്കാത്ത സിനിമകളാണെന്ന് പറഞ്ഞ ആളാണ് ശ്രീനിവാസൻ. ഞാൻ ചെയ്യാത്ത 500 ഞാൻ സിനിമകൾ. ചെയ്യാത്ത സിനിമകളാണ് അങ്ങനെ പറയുന്ന ആളാണ്. അത് ഒരു എന്താ പറയുക, സെൽഫ് ഡിപ്രിക്കേറ്റിംഗ് ജോക്സിന്റെ സംഭവം അതിനകത്ത് ഒരുപാടുണ്ടാവും പുള്ളിയുടെ സ്വന്തം. എനിക്ക് തോന്നുന്നു ചിലതൊക്കെ ഈ ശ്രീനിവാസൻ തിരക്കഥ എഴുതാത്ത സിനിമകളിൽ പോലും ശ്രീനിവാസന്റേതായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്താൻ പുള്ളി ഒരു തിരക്കഥാകൃത്ത് ആയതുകൊണ്ട് കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും പലതും. ഇപ്പം നരേന്ദ്രൻ മകൻ, ജയകാന്തൻ മകയിലും അതേപോലെ മറ്റേ ഫ്രണ്ട്സിലൊക്കെ നരേന്ദ്ര മക എഴുതിയതാണ് ശ്രീനിവാസൻ പുള്ളിയാണ്. പക്ഷെ അതേപോലൊരു സ്റ്റൈലല്ലേ മറ്റേ ഫ്രണ്ട്സിൽ പുള്ളി ഈ ജോയി ആയിട്ട് അഭിനയിക്കുമ്പോഴും ചില സ്ഥലത്തൊക്കെ പുള്ളിയുടെ രീതിയിൽ കുറച്ച് നയം ഉള്ള ഒരാളാണ് ജോയി. ഈ മറ്റേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ പുള്ളിയാണ് ആദ്യം ഇവര് ഫ്രണ്ട്സ് പുള്ളിയുടെ അടുത്തേക്കാണ് ആദ്യം ചെല്ലുന്നത്. അപ്പം അങ്ങേര് വന്ന് അതിൻ്റെ ഇടയിൽ വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പതുക്കെ സംഭവം ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കും. അത് ആദ്യം മുതലുണ്ട്. പക്ഷേ ഇതേ കാര്യം തന്നെയാണ് നരേന്ദ്രൻ മകനിൽ. പുള്ളി നേരെ തിരിച്ചാണ്, കുത്തിത്തിരിപ്പിൻ്റെ ആളാണ്. പക്ഷെ എന്നാലും അതേ നയമാണ് പുള്ളിയുടെ വർത്തമാനമൊക്കെ അതേപോലെയാണ്. ഒരു മറ്റേ സംഭാഷണ ശൈലിയൊക്കെ ഏകദേശം അതേ രീതിയിലാണ്. ഡയലോഗുകളുടെ മറ്റേ ഡയലോഗുകളുടെ ഒരു മൂഡാണ് പറഞ്ഞത്. ചിലപ്പോൾ ഒരു കല്യാണമന്ത്രത്തിന്റെ റൈറ്റർ പുള്ളിയാണോ? അതെ ആണ്. ഡയറക്ടർ ഓൾസോ റൈറ്റ്. ഡയറക്ടർ അല്ല, ഡയറക്ടർ പുള്ളി മറ്റേ വടക്ക് നോക്കി യന്ത്രമാണ് ശ്രീനിവാസൻ ഡയറക്ടർ. വടക്ക് നോക്കി യന്ത്രമാണ്. പുള്ളി ആകെ അതില് കൊറേ എണ്ണമുണ്ട് ഇതുമാരത്തെ കൊറേ. ബട്ട് പൊന്മുട്ടയുടെ തലയുടെ മന്ത്രത്തില് അതില് ഉർവശി ആണ് അതില് മെയിൻ ശരിക്കും. ഈവൻ ദോ ഇറ്റ് ഇസ് ശ്രീനിവാസൻ ജയറാം കാഞ്ചന പുള്ളിക്കാരിയാണ്. കാഞ്ചി സമാധാനപരമായ കുടുംബ ജീവിതത്തിന് അനുസരണാശീലം വളരെ അത്യാവശ്യമാണ്. അതില് കൊറേ ഡയലോഗ്സ് ഒക്കെ എനിക്കത് ഭയങ്കര. സോ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഫീമെയിൽ ലെഡ് ക്യാരക്ടേഴ്സ്, ഫീമെയിൽ ലെഡ് ബുക്സിൻ ഇത് വരുമ്പം മെയിൽ ഓത്തേഴ്സ് എഴുതുന്നതില് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന്. ദിസ് ഇസ് വൺ മൂവി ശ്രീനിവാസൻ നെയിൽഡ് ഇറ്റ്. ഇതിൽ കാഞ്ചന എന്നുള്ള ക്യാരക്ടർ ആക്ച്വലി ഒരു പാവാണ്. കുറച്ചൊരു കുഷ്മം കുന്നായ്മയൊക്കെ ഉണ്ടെങ്കിലും അത് പെർഫെക്റ്റ്ലി പുള്ളിക്കാരൻ ഒരു കഥയില്ലാത്ത പെണ്ണാണ് ശരിക്കും കാഞ്ചന. എന്നാ കുറെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. കരിമണിമാലയുടെ കേസൊക്കെ എന്ത് രസമായിട്ടാ പുള്ളി അതില് പറയണത്. അത് എനിക്ക് ഡോക്ടർ ആവണമെന്നായിരുന്നു ആഗ്രഹം എന്നുള്ള സീക്വൻസ് ഒക്കെ. ഐ തിങ്ക് ഹി നെയിൽഡ് ഇറ്റ് ആസ് എൻ ഓത്തർ. പുള്ളി ആ ഫീമെയിൽ ക്യാരക്ടറിനെ ടു ദ ടീ പുള്ളിക്കാരൻ ഹി വാസ് ഏബിൾ ടു ഫ്ലഷ് ഔട്ട് റിയലി വെൽ. ദാറ്റ് ക്യാരക്ടർ ഇസ് ഹ്യൂമൻ. അതെ, കാഞ്ചന കുറച്ച് കോംപ്ലക്സ് ഉള്ള ഒരു കഥാപാത്രമാണ്. ശ്രീനിവാസന്റെ എല്ലാ ഫിലിംസിലും നായകന്മാർക്കും ഒക്കെ നല്ല കോംപ്ലക്സ് ഉള്ള മനുഷ്യരാണ്. അപ്പം അതേപോലെ കാഞ്ചന നല്ല കോംപ്ലക്സ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ഇറ്റ്സ് എ വെൽ റൗണ്ടഡ്, വെൽ ഫ്ലഷ്ഡ് ഔട്ട് ക്യാരക്ടർ. വെരി ഡിലൈറ്റ്ഫുൾ. ഇത്ര കുഴപ്പങ്ങൾ ഉണ്ടായിട്ട് നമുക്ക് കണ്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഉർവശി യെസ്, സൂപ്പർ സ്റ്റാർ. അതിലുണ്ട് ക്ലാസ് ഡയലോഗ്, അപകടം പറ്റി കിടക്കുമ്പോഴല്ല പറയണ്ടേ. ഞാൻ പിന്നെ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ലാത്തത് കൊണ്ട് യന്ത്രങ്ങളുടെ പ്രവർത്തനമൊന്നും എനിക്കറിയില്ല. അപ്പൊ ക്ലച്ചിടുമ്പോ ബ്രേക്ക് അമർത്തണം അല്ലേ? ഇത്രയും ഡയലോഗ്സ് നമ്മുടെ പോപ്പുലർ കൾച്ചറിലോട്ട് പെർമിയേറ്റ് ചെയ്യാൻ കാരണം ശ്രീനിവാസനാണ്. തീർച്ചയായും. അദ്ദേഹത്തിന്റെ ഈ നായക കഥാപാത്രങ്ങളുണ്ടല്ലോ, കൺവെൻഷണൽ നായകന്മാരല്ല. ടോൾ, ഫെയർ ആയിട്ടുള്ള ഫ്ലോലെസ് ക്യാരക്ടേഴ്സ് അല്ല. ഹീറോസ് അല്ല, പ്രോട്ടഗണിസ്റ്റ്സ് ആണ്. ഹീറോസ് അല്ല, ദേ ആർ വെരി റിലേറ്റബിൾ. കാരണം 80s ശ്രീനിവാസൻ സിനിമയിൽ വരുന്നത് സ്ക്രീൻ റൈറ്റർ ആയിട്ടും ഒക്കെ. അപ്പൊ ആ കാലഘട്ടത്തിലുള്ള മലയാളി ആണുങ്ങളുടെ
ഒരു പ്രധാന ടെൻഷൻ എന്ന് വെച്ചാൽ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ എങ്ങനെ സർവൈവ് ചെയ്യും തീർച്ചയായും എഡ്യൂക്കേഷന്റെ ഒക്കെ ഒരു ഫലം കണ്ടെത്തി ഒരു ആൾക്കാർക്ക് ഡിഗ്രി ഉണ്ട്. അഭ്യസ്തവിദ്യൻ തൊഴിൽ രഹിതൻ, അതാണ് അതെ, പ്രോബ്ലം. എല്ലാവരും അഭ്യസ്ത വിദ്യരായി, പക്ഷെ തൊഴിൽ കണ്ടെത്താൻ കഴിയുന്നില്ല. നോ വേക്കൻസി പണം ബോർഡ് ഒരു ക്യാരക്ടർ ആയിരുന്നു പല സിനിമകളിലും. അതെ. അപ്പൊ ആ ഒരു എന്താ പറയുക, ഒരു ഭയം പുള്ളി നല്ല രീതിയിൽ നല്ല ഹ്യൂമറസ് ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് മേ ബി ഇന്നും അത് റെലവെന്റ് ആണ്. ഇന്നും നമ്മൾ ചെറുതായിട്ട് എവിടെയൊക്കെയോ സ്കെയർ ചെയ്യുന്നുണ്ട്. And what better depiction of that than നാടോടിക്കാറ്റ്? യെസ്. ജീവിക്കാൻ വേണ്ടി പോലീസ് ആവാനും തയ്യാറാണ് സാർ എന്ന് പറയാനല്ലോ. ഈ ആനവാൻ മോദൻ വാസ് പ്രോബബ്ലി നോട്ട് റിട്ടൺ ബൈ ഇല്ല, അത് ശ്രീനിവാസൻ. എഴുതിയത് ശ്രീനിവാസനല്ല. പക്ഷെ അതിലെ ക്യാരക്ടർ അഗൈൻ അയാൾക്ക് പെർഫെക്റ്റ് അല്ല. അയാൾ That's a very ശ്രീനിവാസൻ ക്യാരക്ടർ. That's a very അയാളൊരു serious character. പേടിത്തൊണ്ടനായിരുന്നു. ലൈക്ക് ദാറ്റ്സ് വൺ ഓഫ് അഗൈൻ ശ്രീനിവാസൻ മൂവീസിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു മൂവിയാണ്. ഞാനൊരു 3-4 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 3-4 അല്ല, അത് കൂടുതൽ തവണ കണ്ടിട്ടുണ്ട്. അതിൽ ആ ബ്രൂണോ എന്ന് പറഞ്ഞ വില്ലൻ, എനിക്കയാൾ ശരിക്കുള്ള പേര് അറിഞ്ഞൂടാ. ഗെവിൻ പെക്കാർഡ്. ഗെവിൻ പക്കാർഡ്. പുള്ളി എനിക്ക് തോന്നുന്നു മലയാള സിനിമയില് പുള്ളിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുത്തൊരു മൂവിയാണ്. ആളൊരു അടിപൊളി വില്ലനാണ് അതില്. അതൊക്കെയാണ് ശ്രീനിവാസന്റെ മൂവീസിൽ പുള്ളി എഴുതാത്തതില് പുള്ളിക്കാരൻ നല്ലോണം ഷൈൻ ചെയ്തേക്കുന്ന മൂവി ഒന്നാണ് അതൊക്കെ. അത് ബേസിക്കലി അത് ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും അത് ശ്രീനിവാസൻ എഴുതിയതാണെന്നേ തോന്നുള്ളൂ. കാരണം അങ്ങനത്തെ മൾട്ടി ലെയേർഡ് ക്യാരക്ടേഴ്സ് വളരെ കുറച്ച് മാത്രമേ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അതില് ഈ സുരേഷ് ഗോപിയുടെ ഗേൾഫ്രണ്ട് മിനിസ്റ്ററുടെ മകളാണ്. ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട്. സാർ, അവരിപ്പോൾ ഒരു കൊളപ്പുരയിലേക്ക് കടന്നു പോയിരിക്കുന്നു. ഇനി അവരവിടെ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കണ്ടുകൂടാ. ഞാൻ അങ്ങോട്ട് പോയി നോക്കണം. വച്ചിട്ട് സ്വഭാവയാണ് ബോയ് ഫ്രണ്ട്. അതില് എനിക്ക് തോന്നുന്നു കമ്മീഷണറൊക്കെയാണ്. അങ്ങനത്തെ വെരി ഹിലേറിയസ് ആയിട്ട് പുള്ളി അതൊക്കെ നന്നായി ചെയ്തിരിക്കുന്ന സിനിമ വിത്തൗട്ട് മേക്കിംഗ് ഇറ്റ് വൾഗർ. ആക്ച്വലി പുള്ളിയുടെ ക്യാരക്ടേഴ്സ് ഇല്ലേ സെക്കൻഡ് ഫിഡിലായിരിക്കും. പുള്ളി എഴുതുന്ന ക്യാരക്ടേഴ്സ് നായകന് സെക്കൻഡ് ഫിഡിലായിരിക്കും. പക്ഷെ അതില്ലെങ്കിൽ ആ സിനിമ ഇല്ല. അതായത് മിഥുനം, ശിപ്പായി ലഹള, മിഥുനം. ഈ 16 വയസ്സുള്ള പെൺകുട്ടിയാണോ സാറ്? 13 വർഷമായിട്ട് പലപ്പോഴും മെയിൻ നടനെക്കാട്ടിലും കുറച്ചും കൂടെ റിലേറ്റബിളും കുറച്ചും കൂടെ മൊറാലിറ്റി ഉള്ളത് ചിലപ്പം ശ്രീനിവാസന്റെ സൈഡ് ക്യാരക്ടേഴ്സ് ആയിരിക്കും. അതെ, പ്രൊഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും ഒക്കെ. അതേപോലെ തന്നെ ഇതിലെ ഡയലോഗും എഗെയിൻ നമ്മുടെ പോപ്പ് കൾച്ചറിൽ ശരിക്കുള്ള സാധനമാണ്. നിന്ന് പ്രസംഗിക്കാതെ തേങ്ങ ഉടക്കി സ്വാമി. അത് നമ്മുടെ ഹൈദരാബാദിൽ പോവാ മീൻ വിഴുങ്ങ മോന്തക്കിട്ടൊക്കെ കൊടുക്കാം. അപ്പൊ കാണാം ISI മാർക്ക്. എത്ര മീഡിയോക്കർ ഫിലിം ആയാലും ശ്രീനിവാസന്റെ ക്യാരക്ടർ ആണെങ്കിൽ ഇറ്റ്സ് മോശമാവാറില്ല. മേ ബി പുള്ളിക്ക് അത്രയും ലീനിയൻസി ആൾക്കാർ ഡയറക്ടർമാർ കൊടുക്കുന്നതാണോന്ന് അറിയില്ല. പലപ്പോഴും ചില സിനിമയിലൊക്കെ നമുക്ക് കാണാം നല്ല ആക്ടേഴ്സിനെ കൊണ്ടുപോയിട്ട് മോശം ഫിലിം ആണെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് മോശമായിരിക്കും. ശ്രീനിവാസന്റെ ഒറ്റ ക്യാരക്ടർ എനിക്ക് അങ്ങനെ മോശമായിട്ട് തോന്നിയിട്ടില്ല. എവറിത്തിങ് ഈസ് വെൽ റൗണ്ടഡ് ആൻഡ് ഫ്ലഷ്ഡ് ഔട്ട്. അതിപ്പോ സ്ലാപ്സ്റ്റിക് എഴുതി കഴിഞ്ഞാലും MA ധവാൻ മറ്റേ അതൊക്കെ ഒരു എന്താ പറയാ, അമേരിക്കൻ ജംഗ്ഷൻ. പുള്ളി ഭയങ്കര ആള് ഭയങ്കര ലേൺഡ് ആണ്. പുള്ളി മറ്റേ മൈഡിയർ മുത്തച്ഛനില് തിലകനെ ഹിന്ദിയിൽ ഡയലോഗ് അടിക്കാൻ നോക്കുന്നുണ്ട്. ആള് കുറെ സംസാരിക്കുന്നുണ്ട് നല്ല ഇതായിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ നാടകത്തിന്റെ പാരമ്പര്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എനിക്കറിയില്ല. അത് പുള്ളി ഡ്രാമയിൽ വർക്ക് ചെയ്തിട്ടുണ്ടോന്ന്. അഭിനയിക്കുമ്പോഴും സ്ക്രിപ്റ്റിലും ഒക്കെ ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, മുഹൂർത്തം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. അതായത് ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ നമുക്കറിയാം ഇത് ഇമോഷണൽ ആയിട്ടുള്ള സീൻ, അല്ലെങ്കിൽ ഇത് ഒരു ചുമ്മാ സൈഡിൽ കൂടെ പോകുന്ന ഒരാൾ കോമഡി അടിച്ച് പോകുന്ന സീനൊക്കെ ആയിരിക്കാം. പക്ഷേ അതിനെയൊക്കെ നന്നായിട്ട് പണ്ടത്തെ പോലെ സിനിമകൾ പല ട്രാക്കിൽ ഓടുന്നില്ല. കോമഡി ഒരു ട്രാക്കിൽ, ഇതിൽ മറ്റേ ഇമോഷൻ ഒരു ട്രാക്കിൽ ഓടുന്നതല്ല. ഇതെല്ലാം കൂടി ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുപോകാൻ അറിയാം. അപ്പോൾ അതെനിക്ക് തോന്നുന്നത് അത് എന്തോ ഒരു
മിക്ക പുള്ളി നാടകം ഫോളോ ചെയ്യുന്നതുകൊണ്ടായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കാരണം അങ്ങേരുടെ ഒരു ഡയലോഗ് ഉണ്ട്, പുള്ളി അതൊരു അഭിമുഖത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ട്. ഈ സത്യൻ മാഷിൻ്റെയൊക്കെ സിനിമ കണ്ടിട്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുമെന്ന്. പുള്ളി കണ്ട കാര്യങ്ങൾ പുള്ളി എഴുതി വെക്കും. അപ്പം പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് സീൻ ബൈ സീനായിട്ട് വരാൻ തുടങ്ങിയിരുന്നു. പുള്ളിക്ക് സീൻ ബൈ സീൻ ഓർമ്മ വെച്ചിട്ട് എഴുതാൻ തുടങ്ങിയിരുന്നു. ഒരു നോട്ട്ബുക്ക് നിറച്ച് കണ്ട സിനിമകളുടെ ഡയലോഗുകൾ, അവരുടെ ഡയലോഗല്ല സ്ക്രീൻ പ്ലേ ആയിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ വരാൻ തുടങ്ങി. അപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നത് എനിക്ക് എഴുതാനുള്ളൊരു ഒരു കഴിവ് തോന്നി തുടങ്ങിയത്. അപ്പോൾ സ്വന്തമായിട്ട് എഴുതാൻ തുടങ്ങി. അങ്ങനെയാണ് പുള്ളിയുടെ എഴുത്തിലേക്കുള്ള വരവെന്നാണ് പറയുന്നത്. അതിനു മുമ്പ് നാടകങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഡ്രാമ ആർട്ടിസ്റ്റ് അങ്ങനെ ഡ്രാമയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് വഴി. നമ്മളൊരു പുറകോട്ട് നോക്കുമ്പോൾ ശ്രീനിവാസൻ്റെ എഴുത്ത് വഴി പ്ലസ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും. അപ്പോൾ നാച്ചുറലി ഓർഗാനിക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വരണമെങ്കിൽ എന്തെങ്കിലും അനുഭവങ്ങളില്ലാതെ പറ്റില്ല. അല്ലാതെ പെട്ടെന്നൊരു ദിവസം എനിക്ക് പോയിട്ടൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആവാൻ കഴിയില്ല. പിന്നെ അതേസമയം നമ്മള് പുള്ളിക്ക് യുനോ പുള്ളി ഈ നമ്മൾ കോമഡി ഒക്കെ പറയുമ്പോഴും പുള്ളി അതുപോലെ ക്രിയേറ്റ് ചെയ്ത കുറെ സീരിയസ് സ്റ്റോറീസ് ഉണ്ട്. മറ്റേ ഒരു മുത്തശ്ശി കഥ, പിന്നെ നമ്മുടെ മഴയത്ത് മുമ്പേ, അതൊക്കെ പുള്ളിയുടെ റൈറ്റിംഗ് ആണെന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസമാണ്. മഴയത്ത് മുമ്പേ തിയേറ്ററിൽ പോയി കണ്ടിട്ട് ആകെ ഞാൻ ഡെസ്പായി. എൻ്റെ അച്ഛൻ ഭയങ്കര വലിയ മമ്മൂട്ടി ഫാനാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു തിയേറ്റർ ഉണ്ടായിരുന്നു, ശ്രീകല എന്ന് പറഞ്ഞിട്ട്. അവിടെ ഏത് സിനിമ വന്നാലും ഒരുവിധം ഞങ്ങൾ പോവും. എല്ലാ വെള്ളിയാഴ്ചയാണ് സിനിമ മാറുക. പോണ വഴിക്ക് ഞാൻ സ്കൂളിൽ പോകുന്ന വഴിക്ക് ഞാൻ നോക്കും ഇന്ന് ഏതാ സിനിമ എന്ന്. അപ്പൊ ഹിന്ദിയൊക്കെ ആണെങ്കിൽ മിക്കവാറും കൊണ്ടുപോകില്ല. അപ്പൊ മലയാളമാണെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം. നല്ല നല്ല സിനിമ വരികയാണെങ്കിൽ അതിന് മുന്നത്തെ ദിവസമൊക്കെ പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പൊ മഴയത്ത് മുമ്പേ ഒക്കെ നേരത്തെ പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോസ്റ്റർ വന്ന അതിന്റെ അർത്ഥം അവിടെ ഇടിയായിരിക്കും സിനിമയ്ക്ക്. അപ്പൊ പിന്നെ ടിക്കറ്റ് കിട്ടില്ല. അപ്പൊ ഒരാഴ്ച കഴിഞ്ഞൊക്കെ പോവുള്ളൂ. ഇങ്ങനെ ഇടി കണ്ടൊരു തിയേറ്ററിൽ പോയി കണ്ടൊരു സിനിമയാണ് മഴയത്ത് മുമ്പേ. അതിന്റെ ഫസ്റ്റ് ഹാഫൊക്കെ എനിക്ക് ഭയങ്കര ഫണ്ണി ആയി തോന്നിയെങ്കിലും എനിക്ക് സെക്കൻഡ് ഹാഫ് എത്തിയപ്പോഴേക്കും ഭയങ്കര ഡാർക്ക്. മൂവി തുടങ്ങുന്നത് വളരെ ഡാർക്ക് ആയിട്ടാണ്. കാരണം മമ്മൂട്ടി കാൽക്കട്ടയിലുള്ളൊരു സീക്വൻസ് ആണ് അവർ ഫോളോ ചെയ്യുന്നതും ഇതുമൊക്കെ. ബട്ട് അഗൈൻ അത് അൺബിലീവബിൾ ആയിരുന്നു. അത് ശ്രീനിവാസനാണ് അതിന്റെ ഇതെന്നുള്ളത് ഞാൻ വളരെ കാലം കഴിഞ്ഞിട്ടാണ്. അതിലും ഹി പ്ലേസ് ഒരു പ്രൊഫസർ അല്ലെ, കോളേജ് ലെക്ചറാണ്. മമ്മൂട്ടിയുടെ കൂടെ ഉള്ള ഒരു പ്രൊഫസർ, കോളേജ് ലെക്ചറായിട്ട് പ്ലേസ് എ ക്യാരക്ടർ. അങ്ങനത്തെ കുറച്ച് ജെംസ്. പിന്നെ അനദർ പാറ്റേൺ ദാറ്റ് ഹി ഫോളോസ് ഇസ് പുള്ളിക്കാരൻ എസ്പെഷ്യലി പുള്ളിക്കാരൻ ഹീറോ ആയ ക്യാരക്ടേഴ്സിന്റെ എല്ലാത്തിന്റെയും ദ എൻറ്റയർ മൂവി ഇസ് സെന്റേർഡ് അറൌണ്ട് ദെയർ ക്യാരക്ടർ ഫ്ലോസ്. ഇപ്പം നമ്മുടെ ചിന്താവിഷ്ടയായ ശ്യാമളയിലാണെങ്കിൽ എസ്കേപ്പിസ്റ്റ് ആണ്. പിന്നെ വടക്ക് നോക്കി യന്ത്രത്തിലാണെങ്കിൽ ഐ മീൻ ഡൗട്ട്, ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളൊരു ശരിക്കും പറഞ്ഞാൽ അതാണ് സംശയരോഗത്തിന്റെ കാരണം. തലയണ മന്ത്രത്തില് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു സ്വന്തമായിട്ടൊരു വ്യക്തിത്വമല്ല. പുള്ളി ഒരു കംപ്ലീറ്റ്ലി ഹെൻപെക്ഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡ് പപ്പറ്റ് ആണ്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഐ മീൻ ദീസ് ആർ പീപ്പിൾ യു നോ ഇൻ യുവർ റിയൽ ലൈഫ്. അതും പുള്ളിയുടെ ആ കീൻ ഒബ്സർവേഷൻ ഓഫ് ദ പീപ്പിൾ അറൌണ്ട് ഹിം ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വരുന്നത്. ബട്ട് അഗൈൻ റൈറ്റ്, ഇറ്റ് ഗോസ് ബാക്ക് ടു ദ സെയിം തിങ്. ഐ മീൻ അവസാനം പുള്ളി എഴുതിയ കഥകൾ അത്ര ഇഫക്റ്റീവ് ആവാത്തതിന്റെ കാരണം ഇതാണ്. യു ലൂസ് ടച്ച് വിത്ത് റിയാലിറ്റി, യു ലൂസ് ടച്ച് വിത്ത് ദ പീപ്പിൾ ഹു ആർ അറൌണ്ട് യു. വെൻ യു സ്റ്റോപ്പ് ഒബ്സർവിങ്, യു സ്റ്റോപ്പ് ബീങ് ഏബിൾ ടു ക്രിയേറ്റ്. ഈ പുള്ളി അഭിനയിച്ചതിൽ പൊന്മുട്ട ഇടുന്ന താറാവ് ആക്ച്വലി അതിന് ഇയാൾക്ക് ബേസിക്കലി ഇയാളെ എന്താ പറയാ ഉർവശി നന്നായിട്ടൊന്ന് പറ്റിച്ചല്ലോ. അപ്പൊ അതില് ദർ ആർ ഫ്യൂ സീക്വൻസസ്. അതില് ഈ മോളുടെ കാത് കുത്താൻ പോവും ഇയാള്. അപ്പൊ ജയറാം ഡസൻ നോ, ജയറാമിന് തട്ടാനെ വിളിച്ചുകൊണ്ട് വരും. അപ്പൊ അതിൽ ഉർവശി പറയും ഇയാള് കാത് കുത്തി, എന്റെ കുട്ടിയുടെ കാത് പഴുക്കും. അതിൽ ഹി സേസ് ഒരു ചെറിയൊരു ഡയലോഗാണ് അവിടെ പറയുന്നത്. കുട്ടിയുടെ കാത് കുത്തുമ്പോ സ്നേഹലതയല്ല സ്വർണ്ണലതയല്ലേ, അതിലൊരു ചെറിയൊരു സീക്വൻസ് ഉള്ളു. നെഞ്ചിലാണ് ചോര പൊടിയുന്നത്. അതൊരു ഭയങ്കര ടച്ചിങ് ആയിട്ടാണ് പുള്ളി അത് ആ ഡയലോഗ് പറയുന്നത്. നമുക്ക് കുട്ടികളുടെ കാത് കുത്തുന്നത് എപ്പോഴും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.
കുട്ടി കരയുന്നതും അതൊരു 28ന്റെ അന്ന് അത് ഉത്തരവെന്ന് വരെ പലപ്പോഴും നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. ബട്ട് ആ ചെറിയ ചെറിയ കാര്യങ്ങൾ ഈ സിനിമ തന്നെ ഹിന്ദിയിൽ വന്നിട്ടുണ്ട്. മനോജ് ബാജ്പേയി ആണ് 10 തോല സോന എന്ന് പറഞ്ഞിട്ടൊരു സിനിമ. അയ്യോ, കണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇതില് ഈ മൂവിയില് ശ്രീനിവാസന്റെ ക്യാരക്ടർ ചെയ്ത തട്ടാന്റെ ക്യാരക്ടർ പോലെ ഇമ്പോർട്ടന്റ് ആയിരുന്നു അതിൽ സൈഡ് ക്യാരക്ടേഴ്സ്. അച്ഛന്റെ ക്യാരക്ടർ, കൃഷ്ണൻകുട്ടി നായർ. കൃഷ്ണകുട്ടി നായരുടെ ക്യാരക്ടർ, അതുമാരെ ബാക്കി കൂടെ നിന്നിരുന്നവർ ഈക്വലി സപ്പോർട്ടീവ് ആയിരുന്നു. ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ പശു പശു നഹി നഹി നഹി. പശു അതുമാരെ ഐ ഡോണ്ട് നോ ഹൂ ഡിഡ് ദ റോൾ ദറ്റ് പാർവതി ഡിഡ്. അതുമാരെ ഹാജിയാര് ഇതില് ശരിക്കും റിഗ്രസീവ് ആയിട്ട് ഒരു മനുഷ്യനാണ്. എനിക്ക് മഴവില്ല് കാണണം പറയുമ്പോ ഇങ്ങനെ തുപ്പിയാ മതി, അപ്പൊ മഴവില്ല് കാണാം. ഒരു അതാ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞ് മറ്റേ എന്താ പറയാ, എഴുതി കഴിഞ്ഞാലും ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ പറ്റിയ ആളുകളില്ലാതെ കുറഞ്ഞു തുടങ്ങി. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എഴുതി ഒരു സമയത്ത് ചിലർക്ക് വേണ്ടിയിട്ട് ക്യാരക്ടർ എഴുതാറുണ്ടായിരുന്നു. മാമുക്കോയൊക്കെ മിക്കവാറും ടിപ്പിക്കൽ ഒരു ചായക്കടക്കാരനായിരിക്കും, പക്ഷെ പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടാവും, എന്നാലും അത് ഏറ്റെടുക്കും. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ചായക്കടക്കാരനെ അഭിനയിച്ച ആള് ചിലപ്പോ മാമുക്കോയായിരിക്കാം. ഇതില് മറ്റേ സമോവറില് പുക ഡാൻസ് ക്ലാസ്സിലേക്ക് അടുപ്പിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ദുഷ്ടതര ചെയ്യുന്നത് അവസാനം ചാരി താഴെ വന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിലുണ്ട് ഈ പറഞ്ഞ കമ്മൽ ഊരി കൊടുക്കണത്. പാടം കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് കമ്മൽ എന്തോ ഊരി കൊടുക്കും. പക്ഷെ ഹാജിയാർ ഇസ് ലൈക്ക് അത് കുട്ടിയുടെ കാതിൽ കിടന്നാലേ തിരിച്ചു കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുപ്പിക്കണം. അങ്ങനെ ഒരു ചെറിയ ദീസ് ആർ ഓൾ തിങ്സ് ദാറ്റ് യു വിൽ സീ ഇൻ ഒരു നാട്ടുമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളും കഥാപാത്രങ്ങളും വളരെ നന്നായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. മേ ബി അർബൻ സ്റ്റോറീസ് പുള്ളിക്ക് എഴുതാൻ പറ്റാത്തതിന്റെ റീസൺ പുള്ളിക്ക് ആ കണക്ടിവിറ്റി നഷ്ടപ്പെട്ടതുകൊണ്ടായിരിക്കാം. അങ്ങനെ ഒരു അപ്പാർട്ട്മെന്റിൽ നടക്കുന്ന കഥ എഴുതണമെങ്കിൽ യു ഹാവ് ടു ഹാവ് എ ലൈഫ് ഇൻ എൻ അപ്പാർട്ട്മെന്റ് ടു ബി ഏബിൾ ടു സീ വൈ ഇസ് ഇറ്റ് ഡിഫറെന്റ് ഫ്രം നമ്മൾ സാധാരണ ഒരു നെയ്ബേഴ്സ് ആയിട്ട് നമ്മൾ ലാൻഡഡ് പ്രോപ്പർട്ടീസിൽ താമസിക്കുന്നത് വ്യത്യാസമാണ് അപ്പാർട്ട്മെന്റിലെ ലൈഫ്. കാരണം അപ്പാർട്ട്മെന്റിൽ താമസിക്കുമ്പോഴാണ് അടുത്ത ആൾക്ക് നോയ്സ് വരുന്നുണ്ടോ എന്ന പ്രശ്നമുണ്ട്. ഹൂ കംസ് അറൌണ്ട് ഗോസ് അറൌണ്ട് അതൊക്കെ വ്യത്യാസം വരുമല്ലോ. അതൊക്കെ പുള്ളിക്ക് മേ ബി അതുകൊണ്ടായിരിക്കാം. ഞാൻ പ്രകാശൻ പുള്ളി എഴുതിയതാണ് സ്ക്രീൻ പ്ലേ എനിക്കറിയില്ല, പക്ഷെ അതും കുറച്ചുകൂടി റിലേറ്റബിൾ അല്ലേ ഇപ്പോഴത്തെ ഇത് വെച്ചാൽ. പുള്ളി ഒന്ന് അപ്ഡേറ്റ് ആയി, കാരണം ഇപ്പോഴത്തെ ചെറുപ്പക്കാര് അതൊരു ബ്രേക്ക് കഴിഞ്ഞ പുള്ളി എഴുതിയതാണ്. ആൻഡ് പ്രോബബ്ലി ലാസ്റ്റ് ഓഫ് ഹിസ് ഗുഡ് വർക്ക്സ്. അത് ഇതുപോലെ തന്നെ. ഞാൻ പ്രകാശന്റെ കേസിൽ വെച്ചാൽ ആ സമയത്ത് ഇത് തന്നെയായിരുന്നു ആളുകളുടെ ട്രെൻഡ്. ഇപ്പോൾ ഒരു നഴ്സിംഗ് പഠിക്കുന്നു, പുറത്തു പോകുന്നു, അതായിരുന്നു. അപ്പോൾ കൂട്ടുകാരിക്ക് തേച്ചിട്ട് പോയ കൂട്ടുകാരി ആ ഒരു പുള്ളി ഉദ്ദേശിച്ച ഗോളിലെത്തി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വീണ്ടും അതൊക്കെ എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ക്യാരക്ടർ എഴുതി. അതായത് പിന്നെ പതുക്കെ അയാൾ എന്താ പറയുക, കമ്മിങ് ഓഫ് ഏജ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഒരു കമ്മിങ് ഓഫ് ഏജ് മൂവി എന്ന് പറയാം. ഞാൻ പ്രകാശൻ മടിയനാണ്, സുഖിച്ച് ജീവിക്കണം, അതാണ് അയാളുടെ മെയിൻ ഇത്. ഒരു ഓപ്പർച്യൂണിസ്റ്റിക് ആയ ഒരാള്, മടിയുണ്ട് അങ്ങനത്തെ ഒരാള്. അപ്പൊ അത് പുള്ളിക്ക് അതേ നാണയത്തിൽ തിരിച്ചു കിട്ടുമ്പോൾ പുള്ളി പഠിക്കുന്നു, അത്രേ ഉള്ളൂ. കൊള്ളാം. മോറൽ ഓഫ് ദി സ്റ്റോറി ഉണ്ടാവും എല്ലാത്തിലും. ഐ മീൻ ചിന്താവിഷ്ടയ ശ്യാമള അതിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. ആക്ച്വലി ഇറ്റ് ഈസ് പെയിൻഫുള്ളി ക്ലോസ് ടു സെവറൽ പീപ്പിൾ ഐ നോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണി അവോയ്ഡ് ചെയ്യാനായിട്ട് ഏത് എക്സ്ട്രീം വരെ, ജോലി എടുക്കുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഏത് എക്സ്ട്രീം വരെയും പോകുന്ന ആളുകളുടെ ഇതാണ്. അതില് ആ വൺ ലൈനേഴ്സ് ഒക്കെ, പുള്ളിയുടെ റിബട്ടൽസ് ഉണ്ട്. ശ്യാമ പറയുന്നതിനൊക്കെ പുള്ളി എതിരെ പറയുന്നുണ്ട്. ശ്യാമ പറയുകയല്ല, എന്താണ്, എന്നാ പിന്നെ ഒരു കാര്യം പോയെന്ന് പ്രാർത്ഥിക്കും, ദൈവത്തിനടുത്ത് കുറച്ച് അരിയും സാമാനങ്ങളും കൊണ്ടുതരാന്ന് പറയുമ്പോൾ ശ്യാമ, ദൈവത്തിന്റെ ജോലി അരിക്കച്ചവടമല്ല. അങ്ങനെയൊക്കെ കുറെ ഭക്തി ആണെന്നാണോ അച്ഛൻ പറയുന്നത്? അതെ, സീസണൽ. ഞാനൊരു സീസണൽ ഭക്തനാണെന്നാണോ അച്ഛൻ പറയുന്നത്? പെർഫെക്റ്റ് ഫിലിം ആയിട്ടാണ് തോന്നിയിട്ടുണ്ട്. അതെ, എപ്പിലോഗ് ഉണ്ടല്ലോ, ലൈക്ക് ആ ക്ലൈമാക്സും എല്ലാം കഴിഞ്ഞിട്ട് എപ്പിലോഗ് വരുമ്പം ഇറ്റ് നൈസ്ലി റാപ്സ് അപ്പ് ദാറ്റ് ഫിലിം. അതെ.
കുട്ടികളോട് So, സംസാരിക്കുന്ന ഭാഗം അല്ലെ? അത് കുട്ടികളോട് സംസാരിക്കുന്നതും ലാസ്റ്റ് അവർ നടന്നു പോകുമ്പോൾ ഇല്ല അയ്യപ്പന്മാരും പോന്നു, മറ്റേ കമ്മ്യൂണിസ്റ്റുകാരുടെ ജാഥയും പോന്നു സൈഡ് ബൈ സൈഡ്. It's like it's a very wholesome feeling. It's a very wholesome feeling that you have, like എനിക്ക് clearly എനിക്കതിൽ wrapped up. ഓർമ്മയാണ്. അതില് മറ്റേ ഇയാളൊരു ബ്രഹ്മചാരിയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയും എനിക്ക് സമാധാനമില്ല, എന്റെ ഭാര്യയും കുട്ടികളും വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പൊ ബ്രഹ്മചാരി ഭാര്യയ്ക്ക് ജോലിയുണ്ടോ? ഇല്ല, ജോലിയില്ല. ഭാര്യ സുന്ദരിയാണോ? സുന്ദരിയാണ്. എന്നാ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോളും എന്ന് പറയുമ്പോ ബ്രഹ്മചാരി എന്താണ് ഉദ്ദേശിച്ചത് എന്നും പറഞ്ഞ് തല്ലാൻ പോകും. പിന്നെ Again, very strongly written female protagonist. Right? ഒരു അമേസിങ് ക്യാരക്ടർ. പിന്നെ അതുപോലെ തിലകന്റെ ഒരു ഡയലോഗ് ഉണ്ട്. തിലകൻ പറയുമല്ലോ, ഇനി നിന്നെ എന്റെ കൺമുന്നിൽ വെച്ച് പെട്ടാൽ നിന്റെ മരണം ഹിമാലയത്തിൽ വെച്ചാവില്ല എന്ന് പറയുന്നു. തിലകന്റെ ക്യാരക്ടർ ഇസ് ഓൾസോ വെരി ഫ്രസ്ട്രേറ്റഡ്. പക്ഷെ എന്താ ചെയ്യാ, മകനായി പോയി, അതുകൊണ്ട് സഹിക്കല്ലേ പറ്റുള്ളൂ. ആൻഡ് പുള്ളി ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാണ്ട് നടക്കുക ഭാര്യയും കുട്ടികളെയും വിട്ടിട്ട്. ആൻഡ് ദിസ് എൻ ആങ്സ്റ്റ് ഓഫ് എ പേരന്റ്. ആസ് എ പേരന്റ് ഐ തിങ്ക് നമ്മുടെയൊക്കെ വിചാരം, ഈ എന്താ പറയാ, നടന്നു കഴിഞ്ഞാൽ സമാധാനമായിട്ടിരിക്കാം, ജോലി കിട്ടിയാൽ സമാധാനമായിട്ടിരിക്കാന്നിരിക്കും. ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് വീണ്ടും സമാധാനം ഇല്ല ഞങ്ങൾക്ക്. അതില് ശ്യാമള ചായ എടുക്കാന്ന് പറയുമ്പോ പറയാം, നിന്റെ മാലയും കമ്പലും പണയം വെച്ച് കിട്ടിയതല്ലേ, അത് കുടിച്ചാൽ തൊണ്ടേ തങ്ങും. ബ്യൂട്ടിഫുള്ളി റിട്ടൺ ലൈൻസ്. ഇതിന്റെ രണ്ടിന്റെ ഒരു മാഷപ്പ് ആയിട്ട് ഒരാൾ എനിക്കറിയാം. അതായത് തലമന്ത്രത്തിലെ തളത്തിൽ ദിനേശന്റെയും സോറി വടക്ക് കേന്ദ്രത്തിലെ ദിനേശന്റെ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെയായിരുന്നു പുള്ളിയുടെ ലൈഫിൽ. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഇതുപോലെ തന്നെ ഒരു അധ്യാപകനായിരുന്നു. ആ സമയത്ത് ഈ മറ്റേ കോണി ബയോ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ. പ്രോഡക്റ്റ് ഉണ്ട്. മറ്റേ എന്ത് അസുഖവും മാറ്റുന്ന സാധനം. അതെ, കിടക്കയും ചെരുപ്പും ഒക്കെ. അപ്പോൾ അതിന്റെ ഒരു സെയിലിനൊക്കെ ഇറങ്ങി പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. ഏകദേശം നമ്മുടെ ചിന്താവിഷ്ട ശ്യാമളയിലെ ശ്രീനിവാസന്റെ അതേ അവസ്ഥയിലായിരുന്നു. ജോലിയൊക്കെ ഉപേക്ഷിച്ച് അതിന്റെ പുറകെ പോയി ലീവ് എടുത്തിട്ട് 3 കൊല്ലം കണ്ട് ലീവ് എടുത്തിട്ട് അവസാനം എന്തോ ഒരു ആക്ട് വന്നു ആ സമയത്ത്. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ആന്റണി മന്ത്രിസഭ എന്തോ ആയിരുന്നു. അന്ന് എന്തോ ഒരു ആക്ട് വന്ന് ഈ ലീവിൽ പോയ ആളുകളെയൊക്കെ തിരിച്ചെടുക്കാനുള്ളൊരു സംഭവം വന്നു. അങ്ങനെയാണ് പുള്ളി തിരിച്ച് ജോലിയിൽ പ്രവേശിച്ചത്. അല്ലെങ്കിൽ എസ്മയാന്ന് തോന്നുന്നു. അന്ന് ആ സമരമൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ അന്ന് ഭയങ്കര ഒരു ടൈമിലാണ് 2002 ഐ തിങ്ക് ആ ടൈമിലാണ്. കാരണം ഞാൻ ആ സമയത്ത് +1 കയറുന്ന സമയമാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ എനിക്ക്, അതായത് ഈ പുള്ളിയുടെ ഫസ്റ്റ് ഇത് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും പറയും പുള്ളിയുടെ ലൈഫ് അങ്ങനെയാണ്, ശ്രീനിവാസൻ്റെ ഒരു ജീവിതമാണ്. ആദ്യത്തെ ഒരു കുറച്ച് നാൾ അങ്ങനെയായിരുന്നു. വടക്ക് കേന്ദ്രത്തിലെ അതേ ഒരു അവസ്ഥ, ഒരു അപകർഷതാബോധം, പിന്നെ ഭാര്യയെ സംശയം, അങ്ങനെയൊക്കെ ആയിരുന്നു. കാരണം പുള്ളിക്കാരിയും ഒരു അധ്യാപികയായിരുന്നു. അപ്പോൾ പുള്ളിക്കാരുടെ ജോലിയൊക്കെ രാജിവെപ്പിച്ച് അവരിങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഒരാളുടെ ശമ്പളം കൊണ്ടൊന്നും നടക്കില്ല. അപ്പോൾ വീണ്ടും പുള്ളിക്കാരി ജോലിക്ക് പ്രവേശിക്കുന്നു. ആൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായി. അപ്പോൾ രക്ഷപ്പെട്ടു വന്നു എന്ന് വിചാരിച്ചിരുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ എന്തൊക്കെയോ പുള്ളി മറ്റേ തേക്ക് മാഞ്ചിയം ആട് ആ സമയം ഉണ്ടായില്ലേ, ആ ടൈമിലും കുറേ പണം ഇൻവെസ്റ്റ് ചെയ്ത് ആകെ കടമൊക്കെ ആയി ആകെ നഷ്ടപ്പെട്ട മനുഷ്യനാണ്. അങ്ങനെയാണ് പുള്ളി. ഇപ്പോൾ ആളെ പറ്റിയിട്ട് വലിയ അറിവൊന്നുമില്ല, ആളിപ്പോൾ നാട്ടിലില്ല. പക്ഷേ ഇങ്ങനെ കുറേ ആളുകളെ കാണിച്ചു തരുന്നുണ്ട്. ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനമില്ലേ, അതും ശ്രീനിവാസന്റെ ലൈഫിൽ നടന്ന കഥ തന്നെയാണ്. ഒരു വാടക വീടിന്റെ കാര്യവും ഒക്കെ പറഞ്ഞ് അത് ഒഴിപ്പിക്കാൻ നടന്ന കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് വന്നതെന്ന് തോന്നുന്നു. അതും എവിടെയോ മറ്റേ വായിച്ച് ഓർമ്മയുണ്ട്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ശോഭരാജിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതൊരു പാട്ട് ചിലരുടെ കലാഹൃദയം കാക്കിക്കുള്ള കലാകൃതി ചില സീനൊക്കെ എടുത്തു കാണിക്കുന്നുണ്ടല്ലോ. ഇതിൽ ഇവൻ വീട് ഒഴിപ്പിക്കാൻ വേണ്ടി മറ്റേ ജീപ്പിൽ വന്ന് ഇറങ്ങുന്നുണ്ട് മോഹൻലാലും ശ്രീനിവാസനും കൂടി. ആ ചാടി ഇറങ്ങിയിട്ട് ഒരൊറ്റ ഓട്ടം ഉണ്ട്. അത് കണ്ടിട്ട് മോഹൻലാൽ ഫ്രെയിമിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പുള്ളിക്ക് ചിരി അടക്കാൻ പറ്റുന്നില്ല. ക്യാരക്ടർ ബ്രേക്ക് ആയിപ്പോയി. ശരിക്കും നടന്ന സംഭവം മറ്റേ സ്ലിപ്പായതാണ്. പക്ഷെ പുള്ളി അതിൽ നിന്ന് എങ്ങനെയോ കയറി വന്നു, ഒറ്റ ടേക്കിലെടുത്തൊരു സാധനം. അപ്പോൾ മോഹൻലാലിന്റെ ക്യാരക്ടറൊക്കെ ബ്രേക്കായി. അപ്പോൾ പുള്ളി അവിടെ ചിരി അടക്കാൻ പാടുപെടുമായിരുന്നു. സത്യനന്ദിക്കാട് ഒരു ഇന്റർവ്യൂല് പറയുന്നുണ്ട്, ഈ സീക്വൻസ് എടുത്തപ്പം ഹി സ്ലിപ്ഡ് ആൻഡ് ഹി റിക്കവർഡ് ആൻഡ് വെന്റ്
അപ്പൊ ആ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാൽ ആക്ച്വലി ടേൺസ് അവേ ഫ്രം ദ ക്യാമറ ബിക്കോസ് പുള്ളി ചിരിക്കുകയാണ് അപ്പൊ ഇയാൾ വീണത് കണ്ടിട്ട്. ആ സീൻ ബോയിങ് ഇങ്ങനെ മറക്കും ആ സിനിമ. സ്ലാപ്സ്റ്റിക്. ഡിക്കമ്മായി ഡിക്കുമായി. അയ്യോ അതൊരു എനിക്ക് തോന്നിയിട്ടുള്ള പ്രിയദർശന്റെ പടങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് സ്ക്രീൻ പ്ലേ ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. കാരണം അവരപ്പ തോന്നിയത് പോലെ എറർ ഓഫ് കോമഡി എന്താ അങ്ങനെ ഇത് പറയില്ലേ, കോമഡി ഫെറസ്. കോമഡി ഫെറസ് അല്ല, അതെനിക്ക് തോന്നുന്നത് ഇപ്പൊ കിലുക്കത്തിലൊക്കെ പറയുന്ന പോലെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് അപ്പ വെച്ച് കാച്ച് ചെയ്താണ്. ഇതേപോലെ തന്നെ ആയിരിക്കും ഇവിടെ. ഇവരൊരു സ്ട്രക്ചർ എഴുതി കൊടുത്തിട്ട് അതങ്ങ് അതിൽ വെച്ച് നിങ്ങളങ്ങ് റിയാക്ട് ചെയ്തോളാൻ പറഞ്ഞതായിരിക്കും. ഇപ്പൊ പ്രിയദർശന്റെ പടങ്ങൾ മിക്കവാറും ആ ടൈപ്പ് ആയിരിക്കും തോന്നുന്നു. അപ്പൊ ഓടരുതമ്മാവ് ആളറിയും അതിലുണ്ട് ആ എന്താ പറയുക കലുവാലത്തിന് പോലെ വായ്നോക്കികളായിട്ട് കറക്റ്റ്. അയ്യോ അതെന്ത് കറക്റ്റ് ആയിട്ട് ആ മുകേഷും മണിമ്പിളരാജും ശ്രീനിവാസനും ഒരാളും കൂടെ ഉണ്ട് അതിന്റെ അകത്ത്. ഇത് 3 പേരേ ഉള്ളോ കറക്റ്റ് ആയിട്ട്. അതുപോലെ അരം പ്ലസ് അരം കിന്നർ. എനിക്ക് തോന്നല്ല മറ്റേ കാർ എഞ്ചിൻ ഔട്ട് കംപ്ലീറ്റ്ലി ഒക്കെ ശ്രീനിവാസൻ എഴുതിയത്. അതൊക്കെ ജഗതിയെ കയറി വിട്ടതായിരിക്കാനാണ് സാധ്യത. അത് വേറൊരു ഐറ്റമാണ് ഈ പറഞ്ഞ പോലെ. ബോയിങ് ഒക്കെ ഞാൻ കുട്ടിക്കാലത്ത് കണ്ട അത് കഴിഞ്ഞിട്ട് ഞാൻ റീവിസിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ദ ഓൺലി തിങ് ഐ റിമെമ്പർ ഇസ് മോഹൻലാലിന് കുറെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അല്ല മുകേഷിന് കുറെ ഗേൾ ഫ്രണ്ട്സ്. മോഹൻലാലിന് കുറെ ഗേൾ ഫ്രണ്ട്സ് എയർ ഹോസ്റ്റസ്മാരാണ്. ഫോട്ടോഗ്രാഫി കോntest വിൻ ചെയ്യണത് ഏതോ കടയിൽ പോയിട്ട് ഫോട്ടോ എടുത്തോണ്ട് വന്നിട്ട് മുകേഷ് വിൻ ചെയ്യും. അപ്പൊ മോഹൻലാല് മറ്റേ പുള്ളിയുടെ മെന്റർ മുകേഷിനെ അമേരിക്കയിലോട്ട് എവിടെയോ വിടും. അപ്പൊ അതിന്റെ ചുരുക്ക് തീർക്കാനായിട്ടാണ് സോമൻ മോഹൻലാലിന് ഈ ഐഡിയ കൊടുക്കുന്നത്, എയർ ഹോസ്റ്റസ്മാരെ ഡേറ്റ് ചെയ്യാൻ. അതിലല്ലേ മറ്റേത് 8 വീട്ടിൽ കുട്ടപ്പൻ ആ ഹോൾഡ് കവിത ഇടിച്ചിട്ടാലും മറച്ചിട്ടാലും സാറ് ആധുനികമേ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞ 2 കഞ്ചാവ് അടിച്ചിട്ട് അതില് മറ്റേ ആ പഴയ ബോംബ് കഥ അത് നമ്മൾ ഭയങ്കരമായിട്ട് റീയൂസ് ചെയ്യുന്ന ഒരു ലൈനാണ്. പഴയ ബോംബ് കഥ തന്നെ അതില് അടി കൊണ്ടിട്ട് ഐ മീൻ അഗൈൻ ദിസ് നീഡ് നോട്ട് അത് പ്രോബബ്ലി ജഗതി ആസ് എൻ ആർട്ടിസ്റ്റ് കൈന്നിട്ടതായിരിക്കണം. അതിൽ ഈ 8 വീട്ടിൽ കുട്ടപ്പം വന്ന് അടിച്ചു പോകുന്നൊരു സീനുണ്ട്. ശങ്കരാടി അടിച്ച് ഡെസ്കിന്റെ അടിയിലിട്ടേക്കുക. എന്നിട്ട് ഇയാള് പോയോന്നറിയാൻ ഇങ്ങനെ എണീച്ചിട്ട് ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ട് ജഗതി തൊഴുന്നത്. അത് ഇനി എന്നെ തരുന്നത് പുള്ളി എഴുതിയത് പുള്ളിയാണ്, പക്ഷെ അടി കിട്ടുന്നത് ശങ്കരാടിക്കാണ്. ഇതിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ട്. അതൊക്കെ ഇങ്ങനെ ചിരിക്കാണ്ട് ആ ഡയലോഗ് പറയാൻ പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവാതെ. ഇത് മുഴുവൻ ഇതിന്റെ തലയ്ക്ക് വല്ല അസുഖം. അതുപോലെ അക്കരയില് ഒരു സീക്വൻസ് ഉണ്ട്. സോമന്റെ സാധനമൊക്കെ എടുത്തിട്ട് മറ്റേ മണിയും പിള്ളരാജും എല്ലാരും കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാണ്. അപ്പൊ പറയും ഇവന്റെ ഭാര്യ ഒരു ധാരാളിയായിരിക്കും, അവക്ക് ക്ലബിൽ പോവാനും ചെറുക്കന്മാരുമായിട്ട് കുടിച്ച് കുന്തം മറിയാനും മാത്രമേ സമയമുള്ളൂ എന്നുള്ളത് കൊണ്ട് ഇയാള് പിഗ് വിൽക്കാൻ ഇറങ്ങിയതായിരിക്കും. മതിൽ വൈകുന്നേരത്തിന് മുന്നേ കെട്ടി തന്നാൽ മതി. ആ ഡയലോഗും ഞാൻ ഓഫീസിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ചില മാനേജർമാര് പറയില്ലേ, ഇല്ല ഇത് വൈകുന്നേരത്തേക്ക് മതി, നമുക്കൊരു 100 മണി വേറെ ഉണ്ടാവും, മതിൽ വൈകുന്നേരത്തിനുള്ളിൽ കെട്ടി തന്നാ മതി. അത് ഇത് മതിൽ വൈകുന്നേരം അക്കരെ ഇവര് ഇവിടെ വന്നിട്ട് ഇവരെ വീട് മതിലില്ല, കോൺസെപ്റ്റ് ഇല്ലല്ലോ, സെക്യൂരിറ്റി പോരാ, ഒരു ആക്രമണം പെട്ടെന്നുണ്ടായിരുന്നു. പിന്നെ പട്ടണപ്രവേശം അത് മറ്റൊരു ആശ്വാസം. അതിലല്ലേ ഇത് എന്താ ദുബായ് കടപ്പുറം നാടോടിക്കാറ്റ്. പട്ടണപ്രവേശത്തില് ആക്ച്വലി ആ കരമനയുടെ ക്യാരക്ടറൊക്കെ വെരി വെൽ റിട്ടൺ ക്യാരക്ടർ ആയിരുന്നു. ഇതുപോലത്തെ അലവല്ലാതെ ഫ്രണ്ട്സ് ആണോ നിനക്ക് ഉള്ളത്? പ്രഭാകര അതും യൂസ് ചെയ്യുന്നത് വളരെ വളരെ ഞങ്ങളത് മറ്റേ താങ്ങുന്നവന്മാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. സ്ക്രമ്മിലൊക്കെ വന്നിട്ട് മറ്റവൻ ചെയ്തില്ല അതുകൊണ്ട് ഞങ്ങക്ക് കിട്ടിയില്ല എന്ന് പറയുമ്പോ ഒരു നോട്ടമുണ്ട്. അത്ര പേരെ തോളി കയറ്റിട്ട് നടന്നതായിരിക്കും. പിന്നെ എടി പെണ്ണ് നിന്റെ ചാഞ്ചാട്ടം എങ്ങോട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചേട്ടനും എനിക്ക് ഒരു ശബ്ദമാണ്.
അയ്യോ കൊട നന്നാക്കാൻ പോകുന്നത് അതിൽ ഈ അന്ന് പറഞ്ഞ അന്ന് പോലെ നാടോടി ഈ കാറ്റ്. ദാസനും വിജയന്റെയും അല്ല, പെട്ടെന്ന് ഇക്വേഷൻ പ്രാവശ്യം. ഭയങ്കര രസാ അവര്. ഉം. ഈ അമേരിക്ക അമേരിക്ക അതില് മറ്റേ എന്താണ് ബികോം മീനവിയൽ CID എന്നും 10ാം ക്ലാസ് CID എന്നും CID-യിലും ഇല്ല. ബികോം CID-ന്നും 3 ഡിഗ്രി 3 ഡിഗ്രി CID-ന്നും ഈ വ്യത്യാസമൊന്നുമില്ല. മീനവിയല് ശരിക്കും ഒരു ഡിഷാണല്ലേ? എനിക്കറിയില്ലായിരുന്നു. ശരിക്കും ഒരു ഡിഷുണ്ട് എന്തായോ മീനവിയൽ. എന്തോ. ഭയങ്കര മനോഹരമായിരിക്കുന്നു മീൻ. ദോശപ്പുട്ടുണ്ടല്ലേ? ഇത് ഇതിനകത്ത് ഒരു സംഭവമുണ്ട്. മറ്റേ ഇങ്ങനെ ചെറിയ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. പക്ഷെ ചില സാധനങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോകുന്ന സംഭവമുണ്ട്. ഈ പട്ടണപ്രവേശത്തിൽ ശ്രീനിവാസൻ ഒരുപാട് ഫുഡ് ഓർഡർ ചെയ്തിട്ടിരുന്ന് കഴിക്കുവാണ്. അപ്പോൾ ഇവരാ നഗരത്തിൽ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെയിറ്ററിൽ പോകുമ്പോൾ വെയിറ്ററെ വിളിച്ചിട്ട് വായിലെന്തോ ഉണ്ട് പുള്ളിയുടെ. ശ്രീനിവാസൻ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുകയാണ്. വായിലെന്തോ ഉണ്ട്. പുള്ളി ഇങ്ങനെ വെയിറ്റർ ഫ്രൈഡ് റൈസ് എവിടെ സാർ ഇപ്പോൾ വരുമോ പെട്ടെന്നായിക്കോട്ടെ. പുള്ളിക്ക് ഇത് തന്നെ ഉള്ളു ചിന്ത, വേറെ ഒരു വഴിയില്ല. അവിടെ മറ്റേ മോഹൻലാൽ മറ്റേ ഇതൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്, മറ്റേ സിറിഞ്ചൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക. മീൻസ് എന്ത് ചെയ്യണം എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവിടെ ഫുൾ തീറ്റേണ്ടതില്ല. അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. മറ്റേ അക്കരക്കരയിൽ ആദ്യം ഭയങ്കരമായിട്ട് പുള്ളി ഒരുപാട് മോഹൻലാലിൻ്റെ കൈയും കാലൊക്കെ പിടിച്ച് അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ ആറ്റിറ്റ്യൂഡ് മാറി. ഒരു ബാഗ് ചിപ്സും പിടിച്ച് തിന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല. നീ വേണമെങ്കിൽ അന്വേഷിച്ചോ, ഞാനിവിടെ സൂക്ഷിക്കണം. ഞാനിവിടെ സ്ഥലം കാണാൻ സൂക്ഷിക്കാനും വന്നത്. കിട്ടിയില്ലാന്ന് പറഞ്ഞാൽ മതി. അക്കീര കുറുസവ ലെജൻഡ് ആണ്. നമ്മുടെ എനി മൂവി പുള്ളിയുടെ എടുത്താലും അതിലൊരു ഡയലോഗ് നമ്മള് എല്ലാ ലൈഫിലൊരു ഇതില് നമ്മുടെ പോപ്പ് കൾച്ചറിന്റെ ഭാഗമാണ് ശരിക്കും. മറ്റേ നേരും സിനിമയിലുണ്ട്, നിവിൻ പോളിയും നസ്രിയയും കൂടെ കടപ്പുറത്തിരിക്കുമ്പോൾ അതാ ദാസിന്റെ വിജയന്റെയും ദുബായ്. റെഫറിങ് ടു ദോസ് മൂവീസ് ഇപ്പുറത്തും. അതുപോലെ എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗാണ് ഇത്. മറ്റേ അഴകിയ രാവണനിൽ നിന്ന് എടുത്ത റെഫറൻസ് ആണ്. അവര് തനനാന താനനാന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തനനാന താനനാന്ന് പറയും. നിങ്ങൾ എന്ത് പറയുന്നു പുള്ളി എഴുതിയതാണോ? ഐ തിങ്ക് ഇറ്റ് ഇസ് ഹിസ്. അഴകിയ രാവണൻ ശ്രീനിവാസൻ എഴുതിയത്. അതെ അതെ. അതും ഈ പറഞ്ഞ പോലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ശരിക്കും ഭയങ്കര ഫ്ലോഡ് ആണ്. റിച്ച് ആണെങ്കിൽ കൂടി വേദനിക്കുന്ന കോടീശ്വരൻ, ചുമന്ന പെയിന്റ് അടിക്കാനും അല്ലെ, അങ്ങനെ എന്തോ അല്ലേ ഈ വൃത്തിയോട് ഞാൻ ചെയ്യില്ല. തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ മണിയാരിയും ഞാൻ പെറുക്കിയെടുത്തു. കൊറേ ഉണ്ട് അതിന്റെ അകത്ത്. ഇതുമാരെ കുട്ടിശങ്കരൻ ക്യാരക്ടർ, കുട്ടിശങ്കരൻ ഇസ് അഗൈൻ ഫ്ലോഡ്. ഈവൻ മഴയത്ത് മുംബൈയിലെ മമ്മൂട്ടിയുടെ ക്യാരക്ടർ കുറച്ച് ഫ്ലോഡ് ആണ്. ഹി ഹാസ് ഒരു ആനിയുടെ ക്യാരക്ടർ വളരെ ഫ്ലോഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഹീസ് ഏബിൾ ടു മേക്ക് ദീസ് പീപ്പിൾ, ഈ ക്യാരക്ടേഴ്സ് ആർ അപ്പീലിംഗ് ഈവൻ ദോ ഇത്രയും ഫ്ലോഡ് ആണെങ്കിൽ. ഒരുപക്ഷെ അവരുടെ ഫ്ലോസ് ആയിരിക്കും നമ്മൾ അവരിലേക്ക് അടുപ്പിക്കുന്നത്. പിന്നെ see, another thing is that Srinivasan, I don't know if it is acceptable in today's environment. Srinivasan lets his characters be body shamed significant, right? മറ്റേ ഫോർ എക്സാമ്പിൾ ഫ്രണ്ട്സിലാണെങ്കിൽ എന്താ പറയണേ, പോണ്ടിച്ചേരിയിൽ ഫ്രണ്ട്സിനൊക്കെ പാടാൻ പറ്റുന്ന പാട്ട് എന്ന് പറയുമ്പോൾ പറയാം അതിപ്പോ കാട്ടുജാതിക്കാർക്കൊക്കെ പാടാൻ പറ്റിയ പാട്ട് ഏതാന്നൊക്കെയുള്ള എക്സ്ട്രീംലി ഇൻഅപ്രോപ്രിയേറ്റ് ഇൻ കറന്റ്. കളർ കിട്ടിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ, ഇനി വരച്ചാ ചോര വരും പറയുന്നത് അതൊക്കെ അവന്റെ കളറാണ്. അതൊക്കെ കൂടെ ഇന്നത്തെ ഇതില് ഐ വുഡ് അവോയ്ഡ് ഇറ്റ്. പക്ഷെ ദാറ്റ് ഡസ് നോട്ട് ടേക്ക് എനിത്തിങ് അവേ ഫ്രം ഹിസ് അതർ കോമഡീസ്. വേറെ ഒരു ഇതിലും പക്ഷെ അത് പുള്ളിയെ പറ്റി തന്നെയാണ്, പുള്ളി തന്നെയാണ് ക്യാരക്ടർ ചെയ്യുന്നതുകൊണ്ടായിരിക്കും അങ്ങനൊരു ഡിഫറൻസ് ബിറ്റ്വീൻ ഒരാളുടെ കളർ, ഹൈറ്റ്, തടി ഇതിനെ വെച്ച് ഇതാക്കുന്നതും അയാളുടെ ക്യാരക്ടറിനെ കളിയാക്കുന്നു. കാരണം ക്യാരക്ടർ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമുക്ക് സംശയരോഗം പക്ഷെ നമുക്ക് ബാക്കി പല കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിനെ കുറിച്ച് കളിയാക്കുന്നത് ഓക്കെ അല്ല. ശ്രീനിവാസിന്റെ മിക്ക മൂവീസിലും ബോഡി ഷേമിംഗ് ഇസ് ഓൺലി വളരെ കുറച്ചേ ഉള്ളൂ കമ്പയർ ടു ബാക്കി പല നടന്മാരുടെയും പിന്നെ വന്ന സിനിമകളിലുള്ള ബോഡി ഷേമിങ്ങും വൾഗർ കമന്റ്സും ഡബിൾ മീനിങ് ഉള്ള ജോക്സ് വെച്ച് നോക്കുമ്പം ഇതൊന്നും ഒന്നുമല്ല. ഇതൊക്കെ നമുക്ക് ക്ഷമിച്ചു കൊടുക്കാവുന്നതാണ്. കറന്റ് കോണ്ടെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, അറിയാമല്ലോ. അതിനെ പറ്റിയുള്ള ട്രോളുകളൊക്കെ എല്ലാവരും കാണുന്നുണ്ടാവും. ഐ എം ടോക്കിംഗ് അബൌട്ട് ദി എലിഫന്റ് ഇൻ ദ റൂം.
പേര് ഉം. പറയാൻ പറ്റാതെയൊന്നുമില്ല. കുറച്ച് ഭയവും ഭക്തിയും ബഹുമാനത്തോടെയൊക്കെ ട്രെയിലർ പറയേണ്ട തന്നെ ഒരു കണ്ടിട്ടില്ല, സിനിമയാണ്. സോ ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് അപ്പോൾ വാണ്ട് ടു നോ. അതിന്റെ ആ, അല്ല, ഞാൻ സിനിമയെ പറ്റി ഒന്നും പറഞ്ഞില്ല, പക്ഷെ സിനിമയുടെ റിവ്യൂസിലും അതിനെ പറ്റിയുള്ള ഡയലോഗിലും ചില സ്ക്രീൻഷോട്ട് സ്ക്രീൻ ക്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉം. ടാർഗറ്റഡ് ആണ്. മീൻസ് Targeted. ടാർഗറ്റഡ് ആണ്. അത് നേരത്തെ റെഡിയാക്കി തേച്ച് മിനുക്കി വെച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. ഉം. യൂസിങ് സൂപ്പർ സ്റ്റാർ ആസ് എ വെഹിക്കിൾ, പുള്ളിയെ ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യാന്ന് വിചാരിച്ച് ചെയ്തൊരു സാധനമായിരിക്കും ഇത്. ഞാനൊന്നുമില്ല ആരും തിയേറ്ററിൽ പോയി ഇപ്പോൾ കണ്ടിട്ടുണ്ടോ? കാണൽ കുറവായിരിക്കും. പക്ഷെ അത് OTT-യിലൊക്കെ വരുമ്പോഴാണ് ആളുകളൊന്നും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും അടുത്തന്നെ OTT-യിൽ വരും. ഇതിനൊരു വലിയ പ്രശ്നമുണ്ടായി. ഈ ബോഡി ഷെയ്മിങ് എന്ന് പറഞ്ഞ സംഭവത്തിൽ മാത്രം ജീവിച്ചിരുന്ന ഒരാളാണ് ഈ പറഞ്ഞ ഞാൻ പറയുന്ന ഈ അതെ അതെ. വ്യക്തി. അപ്പോൾ അത് വേറൊരു സംഭവം. ശ്രീനിവാസ് പിന്നെ അതുപോലെ ശ്രീനിവാസിന്റെ ചില റെഫറൻസസ് മറ്റേ മനോരമയിലെ ഡോക്ടറോട് ചോദിക്കുക പങ്ക്തിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ വടക്കുനോക്കി യന്ത്രത്തിൽ നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ കറുത്തിട്ടാണ്, എൻ്റെ ഭാര്യ വെളുത്തിട്ടാണ് എന്നുള്ള ആ സീക്വൻസ് പണ്ട് മനോരമ വായിച്ചു നോക്കിയിട്ടുള്ളവർക്ക് അറിയാം. അതുപോലത്തെ കോംപ്ലക്സ് ഉള്ള ആളുകളാണ് അതിൻ്റെ അകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മുഴുവനും. ഞാൻ വായിച്ചിട്ടുണ്ട് ഒരെണ്ണം. അത് വീട്ടിലിരുന്ന് അറിഞ്ഞു ചിരിക്കും. കാരണം പണ്ടൊക്കെ വീട്ടിൽ മനോരമ ആളുകൾ ഇങ്ങനെ പാസ് ചെയ്താണല്ലോ വായിക്കുന്നത്. അവിടെ പാലക്കാട് അമ്മ, ഐ മീൻ അമ്മ, അമ്മയുടെ അനിയത്തി മേമേ, അമ്മാവനും ഇവരൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അവരിന്ന് വട്ടത്തിലിരുന്ന് ചിരിക്കുകയാണ് സംഭവം. ഞാൻ ഒരു ദിവസം കണ്ടിട്ടുണ്ട്. നമ്മുടെ തേന്മാവിൻകുമ്പത്തിലെ ആ ഇതില്ലേ, ഞാൻ കറുത്തിട്ടാണ്, ഭാര്യ വെളുത്തിട്ടാണ്, കുട്ടി കൊച്ചിന് എങ്ങനെ കുട്ടിയൊക്കെ ഞാനും കറുത്തിട്ടാണ്, ഭാര്യയും കറുത്തിട്ടാണ്, കുട്ടി വെളുത്താണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കോംപ്ലക്സ് ഒരാൾ എഴുതിയിരിക്കുവാണ് അതിനകത്ത്. അപ്പോൾ അത് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ആ സംഭവം. അപ്പോൾ അതിന് കുറേ റീസൺസ് ഒക്കെ പറഞ്ഞിട്ട് അയാൾ എഴുതിയതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇതൊക്കെ തേന്മാവിൻകുമ്പത്ത് പുള്ളിയുടെ എഴുത്തല്ല അല്ലേ, ശ്രീനിവാസനല്ലല്ലോ. അതെ, തേന്മാവിൻകുമ്പത്ത് ശ്രീനിവാസൻ. ആണോ? പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒരു റിക്കറൻസ് ഇല്ല ചില ക്യാരക്ടേഴ്സിൻ്റെ. ഈ എന്താ പറയുക, എല്ലാം ഹ്യൂമൻ ഫ്ലോസ് ആണ്. പക്ഷേ ചില ക്യാരക്ടേഴ്സൊക്കെ ആ ഒരു 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 എന്താ പറയുക, ഇങ്ങനെ ഈ തൊഴിൽ രഹിതനായ ക്യാരക്ടർ അല്ലെങ്കിൽ കോംപ്ലക്സ് ഉള്ളൊരു ക്യാരക്ടർ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ റിക്കർ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് തന്നെ എഴുതാനുള്ളൂ. എന്നാലും അതിമാനുഷന്മാരൊന്നുമില്ല. ഒരു സ്ഥലത്തും ഒരു അതിമാനുഷനായിട്ടൊരു കഥാപാത്രമില്ല. ഡൊമസ്റ്റിക് വയലൻസ് ഇല്ല മിക്ക ഇതിലും നോക്കുകയാണെങ്കിൽ. വളരെ സന്മനസ്സുള്ളവർക്ക് സന്മനസ്സുള്ളവർക്കല്ല, വെള്ളാനകളുടെ നാട് എടുക്കുകയാണെങ്കിൽ അതിൽ ടുവേർഡ്സ് ദി എൻഡ് അല്ല, വെച്ച് ഈ ഡയറക്റ്റ് അനുസരണ പഠിപ്പിക്കാനുള്ള ഡൊമസ്റ്റിക് അങ്ങനെ ഒരു വയലൻസ് ഉണ്ടല്ലോ, സംഭവമില്ല. അങ്ങനെ ഒരു അതില്ല. സംഭവമില്ല. അത് തല്ലി വിച്ച് ഇസ് വെരി കോമൺ. നന്നാക്കാം. തല്ലി നന്നാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതില്ല ആക്ച്വലി. ഉം. ശ്രീനിവാസിന്റെ മൂവീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല, വാത്സല്യത്തിനുണ്ട്. വാത്സല്യം പ്രേമലേഖനം പുള്ളിയുടെ വാത്സല്യ കൊടുക്കുന്നത് ശ്രീനിവാസനല്ല, പുള്ളിയല്ല, വാത്സല്യ കൊച്ചിൻ ശ്രീനിവാസനല്ല. ജനീഫ. ഷെനീഫയാണ് കൊച്ചിൻ വാത്സല്യം. എനിക്കറിയാം. ഐ ടേക്ക് ദാറ്റ് ബാക്ക്. പക്ഷെ ഞാൻ ഈ പല മലയാളം സിനിമകളുടെയും തമിഴ് വേർഷനൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിലൊക്കെ ഈ പറഞ്ഞമാരെ ഒരു ട്രോപ്പാണ് ഭാര്യ തല്ല എന്നുള്ളത്. എസ്പെഷ്യലി വടിവേലും മനോരമയും മറ്റൊരു സ്ത്രീയില്ലേ, നമ്മുടെ ഒരു പേര് ഞാൻ മറന്നുപോയി, അവരൊരു കോവൈ കപ്പിളായിട്ട് സർല. എപ്പോഴും കോവൈ സർല തല്ലുന്നത് ഒരു കോമഡി സീക്വൻസ് ആണ്. അത് ഐ ഡോണ്ട് നോ ഹൗ ഇറ്റ് ഇസ് ഫണ്ണി. ലക്കിലി നമ്മുടെ ഇതില് അങ്ങനത്തെ തമാശകൾ കുറവാണ്. സെയിം കഥ തമിഴിലെടുക്കുമ്പോൾ ദർ ഇസ് എ ലോട്ട് ഓഫ് വയലൻസ് അഗൈൻസ്റ്റ് വയലൻസ് അല്ല, ഇത് കോമഡി ആയിട്ട് ഭാര്യ തല്ലുന്നു, കുറച്ച് കഴിയുമ്പോൾ ഭാര്യ ഭർത്താവിനെ തല്ലുന്നു. അതിലൊന്നും കോമഡി കാണാൻ എനിക്ക് പറ്റാത്തതുകൊണ്ട് അതെനിക്ക്. പക്ഷെ അതേ സിനിമ മലയാളത്തിൽ എടുക്കുമ്പോൾ ഈ അടിയില്ല, നാക്കുകൊണ്ടുള്ള പ്രയോഗങ്ങൾ, കൽപ്പനയും ഹരിശ്രീ അശോകനൊക്കെ ആയിരിക്കും, നാക്കുകൊണ്ടുള്ള വാഗ്വാദം ഉണ്ടാവും. വിച്ച് ഐ തിങ്ക് ഇസ് ദാറ്റ് സംതിങ് വി നീഡ് ടു നോട്ട്. അന്നത്തെ ഇതിൽ അടിച്ചു നന്നാക്കുന്ന കഥകൾ എഴുതാത്തതിനും വളരെ നന്ദി. അത് ഞാൻ ധ്യാൻ ശ്രീനിവാസിന്റെ ഇന്റർവ്യൂസിന്റെ ഒരു ഫാനാണ്. ആക്ച്വലി ഐ ഫൈൻഡ് ദം വെരി Better scripted than even Srinivasan's movies. അതില് എസ്പെഷ്യലി മറ്റേ വീണ ആയിട്ടുള്ള ഇന്റർവ്യൂ ഇല്ലേ, ദേ പ്രോബബ്ലി ഹാവ് എ റാപ്പോ. എന്താ പുള്ളിക്കാരത്തി ഏതൊരു കട്ട് ചെയ്തോളുവാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഷീസേഴ്സ് എന്തോ വരുമാനം ഇല്ലാന്നോ എന്തോ പറയും പുള്ളിക്കാരത്തി. അപ്പൊ രമേശ് പിഷാരനുണ്ട്, ധ്യാനിന്റെ ഇന്റർവ്യൂ മാത്രം എടുത്ത് എറണാകുളത്ത് 50 സെന്റ് സ്ഥലം മേടിച്ച ആളാണ് ഈ പറയുന്നത്, കാശില്ല.
അല്ല ആക്ച്വലി ധ്യാൻ ആ സെൽഫ് ട്രോളിങ് കിട്ടിയത് ഡെഫിനറ്റ്ലി ശ്രീനിവാസന്റെ കയ്യിൽ നിന്നാണ്. ധ്യാൻ അത് വളരെ നാച്ചുറൽ ആയിട്ടാണ് അത് പറയുന്നത്. അപ്പൊ ഏതൊരു ഇന്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞാണ് ധ്യാൻ ആം, ഈ പറ ഓടിയടന്ന് പടം ചെയ്യാണ് ബോംബ് പടങ്ങള്. അപ്പോ ആരോ ചോദിച്ചു, ധ്യാൻ ഒരു ദിവസം വിളിച്ചിട്ട് ഏതോ ഒരു സിനിമയുടെ ഡയറക്ടറിനെ വിളിച്ചു പറഞ്ഞു, എടോ നമുക്ക് ആ പടം ഡബ് ചെയ്യണ്ടേ, നമ്മൾ ഷൂട്ട് ചെയ്തല്ലോ, ഡബ് ചെയ്തില്ലല്ലോ എന്ന്. ഡയറക്ടർ പറഞ്ഞ് ഡബും ചെയ്ത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങി പൊട്ടുകയും ചെയ്തെന്ന്. ഈ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിരുന്നു? ഇല്ല, കണ്ടില്ല. കണ്ടേ കണ്ടോ? അതൊരു ആക്ച്വലി അത് കാണണം കേട്ടോ സാർ. ഇറ്റ്സ് എ നൈസ് മൂവി, ഇറ്റ്സ് നൈസ് ക്രൈം ത്രില്ലർ. അതിലൊരു ഇതിൽ ഫസ്റ്റ് ഇയാളുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. കല്യാണം ആലോചിച്ച് ചെല്ലുകയാണ്. അപ്പം ഇങ്ങനെ അച്ഛൻ എന്താണ് പേര്, ശിവാജി നായരാണ് അമ്മ, അതെനിക്ക് ഓർമ്മയുണ്ട്. മറ്റെങ്ങനെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. കോട്ടയം നസീർ. ഇയാള് ഫോട്ടോ കാണിക്കുകയാണ് പെൺകുട്ടിയുടെ വീട്ടിൽ. ഇയാളുടെ ഇതാണ് ചെക്കന്റെ ഫോട്ടോ, ധ്യാൻ ശ്രീനിവാസന്റെ ഫോട്ടോ. അപ്പുറത്തെ കഥന പൊട്ടന ശബ്ദം പൊട്ടോ. ഇതൊക്കെ ആസ് എൻ ആക്ടർ, ഇഫ് യു ഹാവ് ടു അലൗ ദം ടു ഡു ഇറ്റ്, ഇറ്റ് റിക്വയർസ് സെൽഫ് ട്രോളിംഗ് ആണ്. അത് അറിയാം, കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. വേറെ ഇവര് തമ്മിലുള്ള കോൺവെർസേഷൻ, വിനീത് ശ്രീനിവാസനായിട്ടൊരു ഇന്റർവ്യൂ, വിനീത് ശ്രീനിവാസൻ ഫസ്റ്റ് സിനിമ എടുത്തപ്പോൾ പുള്ളിയായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, എന്നെക്കാളും നന്നായിട്ട് കോമഡി പറയുന്നത് ധ്യാനാണെന്ന് പറയുന്നുണ്ട്. അനിയനെ ആർക്കും അറിയില്ല, പുള്ളി ലൈം ലൈറ്റിൽ വന്നിട്ടില്ല. അപ്പോൾ ഈ ശ്രീനിവാസനും ഇവനും കൂടി ഇടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മറ്റേ തർക്കുത്തരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം വീട്ടിൽ തന്നെ ഇരുന്ന് ട്രോൾ ചെയ്യും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം പുള്ളിയുടെ ഇത് പറയുന്നത്. ഇപ്പോൾ കൂട്ടുകാരനൊക്കെ വീട്ടിലേക്ക് ഇത് എൻ്റെ വീടാണെന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ആക്കുന്ന പോലെ പറയും. അപ്പോൾ ഇയാൾ തിരിച്ച് തമിഴിൽ അതേ ഡയലോഗ് തിരിച്ചും പറയുന്നത്. അതൊരു പഴയ ഇൻ്റർവ്യൂ ഉണ്ട്, യൂട്യൂബിൽ കാണും. അവര് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലിന്റെ ആൾക്കാരാണ്. അത് നല്ല അവരുടെ ബാൻഡർ മറ്റേ സിനിമ ഇത്തിരി ഇതായിരുന്നു. ജ്ഞാപകം എന്താണ് സിനിമയുടെ പേര്? വർഷങ്ങൾക്ക് ശേഷം. കരം അതിലും മോശമാണെന്നാണ് പറയുന്നത്. ബട്ട് എനിവേ ഇറ്റ്സ് നോട്ട്. ഞാൻ തിര എന്ന് പറഞ്ഞ സിനിമയുടെ സെക്കൻഡ് പാർട്ട് വരും എന്നൊക്കെ പറഞ്ഞിരുന്നു പണ്ട്, കുറെ വർഷം മുമ്പ്. ഞാൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അൺഫോർച്യൂനേറ്റ്ലി അതാണ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അതിന് പകരം വന്നത് ഈ കരമായിപ്പോയി. എനിക്ക് പേഴ്സണലി ഹൃദയവും കരം ഞാൻ കണ്ടില്ല. ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും ഐ ഫെൽറ്റ് ബോത്ത് ഓഫ് ദം വെർ really bad movies with some good parts. Maybe നമ്മളല്ല അതിന്റെ ടാർഗറ്റ് ഓഡിയൻസ്. അഗൈൻ നമ്മള് we passed it probably. നമുക്കത് പക്ഷേ ഇൻഫാക്ട് പ്രേമം is also a similar movie അല്ലേ? No. പ്രേമം is classic, it's beautiful. പറയുമ്പോ പക്ഷേ പ്രേമം is a very good movie. ഹൃദയമൊന്നും അതില് കൂട്ടത്തിൽ കെട്ടാൻ പാടില്ല. സോറി. Absolutely. സിമിലർ ട്രോപ്പ് ആണല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിലാക്കി ഞാൻ തിരിച്ചെടുക്കുന്നു. വർഷങ്ങൾക്ക് ശേഷമൊക്കെ എനിക്ക് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ തോന്നി. വർഷങ്ങൾക്ക് ശേഷം അതിലാ താടിയില്ലേ ഇയാളുടെ പ്രണവിനെ വളരെ കഷ്ടപ്പെട്ട് പ്രായമാക്കാൻ നോക്കിയിട്ടുണ്ട് അവര്. പക്ഷെ അതങ്ങട് ഒത്തില്ല. അതിൽ എളുപ്പം അത് റീകാസ്റ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആൾക്കാരെ വെച്ച് റീപ്ലേസ് ചെയ്യാറുന്നതാണ്. പണ്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നല്ലോ. മൂവി ശ്രീനിവാസന്റെ ഒരു മൂവി ഉണ്ട്, വിനീത് ശ്രീനിവാസൻ, ഒരു അപർണ ബാലമുരളി, ഒരു രഞ്ജിനി തോമസ്, ഒരു മുത്തശ്ശി കഥ. അത് ഈ പറഞ്ഞ മാതിരി നല്ല രസമുള്ള സിനിമയാണ്. അതിൽ അവസാനം ക്യാമിയോ ആയിട്ട് വിനീത് ശ്രീനിവാസൻ. എനിക്കത് തീരെ ദഹിച്ചില്ല. പടം തീരെ ക്യാമിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായിരുന്നു എല്ലാവരും എഴുത്തുണ്ട് ഇവര് വായിക്കുന്നത് വിനീത് ശ്രീനിവാസന്റെ വോയിസിലാണ്. ഞാൻ തേച്ചിട്ട് പോവാണ് ലെറ്റർ. ഒന്നും ഇപ്പൊ മനസ്സിലോട്ട് വരുന്നില്ല. ഒന്നും വരുന്നില്ല. ഇറ്റ്സ് എ ബിറ്റ് ബ്ലാങ്ക്. നോട്ട് ബിക്കോസ് there's so much to talk. ഉറപ്പാണ് നമ്മള് അതൊക്കെ മിസ് ചെയ്യും. പക്ഷെ അഗൈൻ ഹിസ് മൂവീസ് ആർ there.
നമുക്ക് കാണാൻ യൂട്യൂബിലും ഒക്കെ ഉണ്ട്. Absolutely. There is a legacy that is left That behind. he has left behind. I think 80s and 90s movies were all defined by him. ഈവൻ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ഫിലിംസിന് പോലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട് അതിന്റെ. തീർച്ചയായിട്ടും ഉണ്ട്. It's something that I think it's seeped into the Malayali psyche. അങ്ങനെ പറയാം. മലയാളം സിനിമയ്ക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ അത് കൂട്ടാൻ, അതിന്റെ ഒരു ബെഞ്ച് മാർക്ക് ഹൈ ആക്കി സെറ്റ് ചെയ്യാൻ കുറെ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് 80s-ലും 90s-ലും. അതില് വൺ ഓഫ് ദ പില്ലേഴ്സ് ആണ് വിത്തൗട്ട് എ ഡൗട്ട്. ഇറ്റ് ഹാഡ് ലോഹിതദാസ്, വി ഹാഡ് ഭരതൻ, ഇവരൊക്കെ ചെയ്ത പത്മരാജൻ മൂവീസ്, ഇതൊക്കെ ദിസ് ഇസ് ഓൾ കോൺട്രിബ്യൂട്ടഡ് ടു ദ ലെവൽ ഓഫ് നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് സ്റ്റാൻഡേർഡ് നമുക്ക് ഒരു ലെവല് വിട്ട് നമുക്ക് താഴത്തോട്ട് പിടിക്കാൻ പറ്റാത്തതിന്റെ റീസൺ why our movies are all, why our directors and writers, movie artists make an effort to make a good movie compared to what comes out in you know where. പല സിനിമകളും കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ആരുടെ കാശ് മുടക്കി എടുക്കുന്നതെന്ന് തോന്നുന്ന പല നെറ്റ്ഫ്ലിക്സ് സിനിമകളും നമ്മൾ കാണാറുണ്ട് ബോളിവുഡിൽ നിന്ന് വരുന്നത്. വെറുതെ ഒന്നല്ല, പല ഇതും നഷ്ടത്തിൽ ഓടുന്ന പ്രൊഡക്ഷൻ ഹൗസസ്. പക്ഷെ നമ്മുടെ സിനിമകൾ എന്തുകൊണ്ടാണ് സ്മോൾ ബഡ്ജറ്റ് ആയിട്ടും നന്നായിട്ട് എടുക്കുന്നത്? ഓഡിയൻസിന് പൊട്ട സിനിമ കൊടുത്താൽ തൂത്തുവാരി വലിച്ചെറിയുന്ന അറിയാം. അത്രേ നമ്മുടെ സ്റ്റാൻഡേർഡ് എലവേറ്റ് ചെയ്തത് അദ്ദേഹം കൂടെ ചേർന്നിട്ടാണ്. ഡെഫിനറ്റ്ലി. And thanks for that. താങ്ക് യു ശ്രീനിവാസൻ. അപ്പോൾ ഐ തിങ്ക് ദിസ് വാസ് നോട്ട് എ പ്ലാൻ സെഷൻ. നമ്മൾ പെട്ടെന്ന് അങ്ങ് ഡിസൈഡ് ചെയ്ത് കയറി സംസാരിച്ചതാണ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് വി ഓൾമോസ്റ്റ് ഡിഡ് 1 hour without any preparation or homework. Just shows us the amount of influence that he had in all of our lives. Srinivasan, rest in peace. Thank you, everybody. This is Sandeep, Krishnakumar, Anoop, and Lekha signing off. താങ്ക് യു. Bye bye. ബൈ.